ചിങ്ങം പിറക്കുന്നതോടുകൂടി തന്നെ ഓണത്തിന്റെ ഈ ഒരു ആഘോഷം വീട്ടിലും നാട്ടിലും വന്ന് തുടങ്ങുമല്ലോ. അത് ഇന്നത്തെ പോലെ ഇൻസ്റ്റന്റ് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്ന പാക്കറ്റിൽ വാങ്ങിക്കുന്ന കാര്യമില്ല. ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ മുൻ തലമുറ നടന്നുപോയ വഴിക്ക് കണ്ട കുഴിയിൽ നിങ്ങൾ വീഴാതിരിക്കാൻ ഞാൻ പറയും, നടത്തുകൾ സൂക്ഷിക്കണം, അവരുടെ കുഴിയുണ്ട്. അതിൻ്റെ ഒരു കാര്യം, ഒഴിഞ്ഞ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ സുഖമാണ്. ഈ ഇത്തിരി നിറഞ്ഞിരുന്നാലേ കുറച്ചൊഴിക്കുമ്പോൾ തന്നെ നിറയും. ഈ അകത്തിരിക്കണ ജലം മലിനമാണോ എന്ന് അറിയാൻ പാടില്ല. നമ്മൾ കോരി ഒഴിക്കുന്ന വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴേ അതും കലങ്ങാം. അപ്പോൾ മലയാള സിനിമയിലെ സൗന്ദര്യ സങ്കല്പം തന്നെ തകർത്ത നായകനാണ്. കഷ്ണി തല മുടി നീട്ടി വളർത്തി ഇല്ലേ, ഒരു കാലം അദ്ദേഹം പാടണം. ആ കാരണം എൻ്റെ മകനൊരു നാടകക്കാരനാകണം എന്ന് ആഗ്രഹിച്ച് വളർത്തിയത് എൻ്റെ അമ്മയാണ്. പായസത്തിൽ മധുരം കുറഞ്ഞു പോയി. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലെമോ ഓണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം സിനിമാ നടനാണ്, നാടക നടനാണ്, നാടക സംവിധായകനാണ്. അങ്ങനെ പറഞ്ഞാൽ തീരില്ല. എനിക്ക് എൻ്റെ ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പിന്നെ പരിവാർ എന്ന സിനിമയിൽ എൻ്റെ ചെറിയച്ഛനായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വെൽക്കം മീനരാജ് സാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോകുന്നു. ഓണക്കാലമൊക്കെ അല്ലേ? എങ്ങനെ പോകുന്നു? ഓണം പരിപാടികളൊക്കെ, ആഘോഷങ്ങളൊക്കെ തുടങ്ങിയ? അല്ല, ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായമാകത്തോണ്ട് എന്നും ഓണം പോലെയല്ലേ, എപ്പോഴും ആഘോഷിച്ചു. അതാണ് മുണ്ടൊന്നും ഇല്ലാതെ ടിപ് ടോപ്പിലൊക്കെ വന്നതല്ലേ? ഈ മുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വയസ്സന്മാരെടുക്കുന്നതല്ലേ, എനിക്കത്ര ഒന്നും പ്രായമായിട്ടില്ല. അതെ അതെ, സ്റ്റിൽ യങ് ആയതുണ്ടാക്കാം. പിന്നെ 41 വയസ്സ് അത്ര വലിയ പ്രായമാണ്. 41 വയസ്സാ? അതെ അതെ, അത് ഇച്ചിരി കൂടുതലല്ലേ? വേണേ 37 36. അതെ, കണ്ടാലും ഏകദേശം ഒരു 36 പറയുന്നുണ്ട്. ശരിക്കും 36. പിന്നെ നിങ്ങൾ എന്തായിരിക്കും ഈ പല്ലില്ലാത്തതുകൊണ്ട് അത്ര വെള്ളവും ധരിക്കുമെന്ന് വിചാരിച്ച് കൂട്ടി പറഞ്ഞില്ല, ശരിക്കും 35. അത്ര ഉള്ളല്ലേ. പിന്നെ ഫാലിമി എന്ന് പറയുന്ന സിനിമ ഞാൻ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഏറ്റവും തിയേറ്ററിൽ നിന്ന്, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഫാലിമി കണ്ടിട്ട് ഒരു 5 മിനിറ്റ് തിയേറ്ററിൽ തന്നെ ഇരുന്നത്. കാരണം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് അവിടെ തന്നെ ഇരുന്നു. കാരണം എനിക്ക് ആ സിനിമ തന്ന ഇമ്പാക്റ്റ് അങ്ങനെയായിരുന്നു. അപ്പം അന്നും എൻ്റെ മനസ്സിൽ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മനസ്സിലുണ്ടായ ഒരു കഥാപാത്രം, സാർ ചെയ്ത കഥാപാത്രം, അത് ഭയങ്കര ഇമോഷണലി ടച്ചിങ് ആയിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് എനിക്ക് പരിവാറിൽ സാറിൻ്റെ കൂടെ എനിക്ക് എങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സന്തോഷം. പിന്നെ എങ്ങനെ പോകുന്നു ഇപ്പോൾ സിനിമാ ജീവിതങ്ങളൊക്കെ? സിനിമ ജീവിതമെന്ന് വെച്ചാൽ ഒരുപാട് സിനിമകളൊന്നുമില്ല, എന്നാലും വർഷത്തിൽ ഒരു 5-6 ചെയ്യാം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ കാര്യത്ത് ഈ കഥകളിൽ മുത്തശ്ശന്മാരൊക്കെ കുറവാ. മനസ്സിലായി? മുത്തശ്ശന്മാരുടെ വേഷം വന്നാലേ നമുക്ക് അവസരമുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കണം. പിന്നെ എന്നാലും അന്വേഷണങ്ങളുണ്ട്, പുതിയ ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് അന്വേഷണങ്ങളുണ്ട്, അവസരങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. ഇനിയിപ്പോൾ ഒരു 3 പടത്തിലേക്ക് ഇനി ചെയ്യാനുണ്ട്. ഒരു 3 പടം ഇറങ്ങാനുണ്ട്. ഇറങ്ങാനുള്ള പടങ്ങൾ ഏതൊക്കെയാ ഇപ്പോൾ? ഇറങ്ങാനുള്ള പടങ്ങൾ ഒന്ന് കേക്ക്, പിന്നെ അജസുന്ദരി ജോജുവിൻ്റെ കൂടെ. കേക്ക് ഇന്ദ്രൻസ്, ഞാൻ ധ്യാൻ ശ്രീനിവാസൻ ഇതിൻ്റെയാണ്. പിന്നെ ജോജുവിൻ്റെ കൂടെ നമ്മുടെ ആഷിഖ് അബുവിൻ്റെ പ്രൊഡക്ഷൻ ആണ്, അത് അജസുന്ദരി. പിന്നുള്ളത് നമ്മുടെ യുവനടൻ പൃഥ്വിരാജിൻ്റെ കൂടെ ഖലീഫ. എന്നിട്ടാണ് പറഞ്ഞത് സിനിമകളൊന്നും ഇല്ല. അങ്ങനെയല്ല, ഉണ്ട്, ഇല്ലെന്നല്ല, നമ്മുടെ സ്റ്റാറാ. കുഴപ്പമില്ല, ആണല്ലേ, സന്തോഷം. അപ്പൊ അത് മാത്രമല്ല, അതിൻ്റെ അകത്തു നിന്നുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഖലീഫ 2 പാർട്ടായിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ആദ്യ പാർട്ട് പൃഥ്വിരാജ്, അതിൽ ഗസ്റ്റ് റോളില് സാക്ഷാൽ ലാൽ സാർ വരുന്നുണ്ട്, മോഹൻലാൽ. അപ്പൊ ഞങ്ങള് ലാൽ സാറിന്റെ കൂട്ടുകാരായിട്ടാണ്, ലാൽ സാറിന്റെ പേരക്കുട്ടിയായിട്ടാണ് പൃഥ്വിരാജ് സാർ അഭിനയിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉപ്പുപ്പാന്റെ കൂട്ടുകാരാണ്, ഞാനും ഇന്ദ്രൻസും, നമ്മുടെ ആ സ്പടികത്തിലെ തുറപ്പം ബാസ്റ്റൻ, ഞങ്ങൾ. അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ടിൽ ലാൽ സാർ നായകൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസംബറിൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇച്ചിരി മെച്ചപ്പെട്ട രീതിയിലുള്ള വേഷം ലാൽ സാറിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റും. അത് പിന്നെ അത് വലിയൊരു ഭാഗ്യമാണല്ലേ, അത്രയും ലെജൻഡിന്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ. അത് എന്ന് വെച്ചാൽ അല്ല, എല്ലാം ഭാഗ്യമാണ്.
കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടി. സിനിമയിൽ ഒരു ഭാഗ്യത്തിന് സ്ഥാനമുണ്ടോ? എന്താ ഭാഗ്യത്തിന് സ്ഥാനമുള്ളതെന്ന് വെച്ചാല് പ്രതിഭാശാലികളായ ഒരുപാട് ആളുകൾ അഭിനയിക്കാനും സംവിധാനം ചെയ്യാനും എഴുതാനും ഒക്കെ ആയിട്ട് ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ ആ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അവസരം കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മളെ അന്വേഷിക്കുമ്പോൾ നമ്മളെക്കാളും അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്ന 10 പേര് വേറെയുണ്ട്. അപ്പൊ ആ നറുക്ക് ആർക്കാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വരും. അതെ, ഇപ്പൊ ഞാൻ പറയാമല്ലോ, അത് നമ്മുടെ സന്ദീപ്, പുതിയ യുവനായകനുണ്ടല്ലോ സന്ദീപ്, സാലിമിൽ എൻ്റെ ഇളയ പേരക്കുട്ടിയാണ്. അപ്പൊ സംവിധായകൻ ബോധപൂർവം ചെയ്തൊരു കാര്യം, 40 ദിവസത്തെ ഷൂട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് താമസമൊക്കെ ഏർപ്പാടാക്കി. അത് ഒരുമിച്ച് താമസമൊക്കെ ഏർപ്പാടാക്കിയതിന്റെ പിന്നിൽ സംവിധായകനൊരു ബുദ്ധിയുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങളുടെ ബോണ്ടിങ് ഒന്നുകൂടി സിങ്കാവാൻ. ഞങ്ങൾ ഒരുമിച്ചല്ലേ. അപ്പോൾ അവനാണെങ്കിൽ അപ്പൂപ്പനില്ല, എനിക്കാണെങ്കിൽ ആ പ്രായക്കാരനായ പേരക്കുട്ടിയില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഒരു മുറി താമസിക്കുമ്പോൾ സിനിമയ്ക്ക് പുറത്തും ഞങ്ങൾ അപ്പൂപ്പനും പേരക്കുട്ടിയാണ്. മനസ്സിലായി? ഞാനവനെ പിണങ്ങും. അവൻ രാത്രിയൊക്കെ മുഴുവൻ നീ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മലയെ കിടന്ന് പറയാം, 12-1 മണിയായിട്ട് ഫോൺ നോക്കിയിരിക്കും. അപ്പോൾ അവനും കൂടി അപ്പൂപ്പൻ എന്താ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നല്ലോ, അതൊക്കെ രാവിലെ വിളിച്ച് മതി എന്ന് ഞാൻ പിണങ്ങും. അതുപോലെ ഞാൻ നടന്ന് പോകുമ്പോൾ ഞാൻ ചായയിലൊക്കെ മധുരം കൂട്ടി കഴിക്കും. മധുരമൊന്നും ഒരുപാട് കഴിക്കല്ലേ, ഷുഗർ വരും എന്നാ അവന് എന്നെ പിണങ്ങി. അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ. തീർച്ചയായും അത് ഇപ്പൊ എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന കാര്യം കൂടെയാണല്ലോ. അതെ, പരിവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയില് ഇപ്പൊ സന്ദീപിന്റെ അപ്പൂപ്പനാണെങ്കിൽ എന്റെ ചെറിയച്ഛനാണ്. അപ്പൊ നമുക്കൊരു ആ ചെറിയച്ഛന്റെ സ്നേഹവും വാത്സല്യൊക്കെ എല്ലാ ദിവസവും കിട്ടാറുണ്ട്. ആ ശാസനയാണെങ്കിലും ആ ഒരു എന്താ വേറൊന്നും അല്ല. എന്താന്ന് പറയാ, എനിക്ക് പൊതുവെ എൻ്റെ ശിഷ്യന്മാർ, എനിക്കൊരു നാടക ഗ്രൂപ്പൊക്കെ ഉണ്ട്, ശിഷ്യന്മാരൊക്കെ നിങ്ങളുടെ പ്രായക്കാരാണ്. അപ്പൊ അവിടെയൊക്കെ ഞാൻ സ്വാഭാവികമായിട്ടും അവർ ശാസിച്ചും സ്നേഹിച്ചും, മനസ്സിലായി, ചിലപ്പോൾ അവരുടെ പിണക്കം കേട്ടും ഒക്കെ നിൽക്കുന്ന ഒരു സംഘം തന്നെ എൻ്റെ കൂടെയാണ്. പൊതുവെ ചെറുപ്പക്കാരോടല്ല, എനിക്ക് മനുഷ്യരോട് മൊത്തം സ്നേഹമുള്ള ആളാണ്. എങ്കിലും ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് ഒരു വാത്സല്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ മുൻ തലമുറ നടന്നുപോയ വഴിക്ക് കണ്ട കുഴിയിൽ നിങ്ങൾ വീഴാതിരിക്കാൻ ഞാൻ പറയും, നടന്നു സൂക്ഷിക്കണം, അവരുടെ കുഴിയുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു ശീലമാണ്. അതെ. പിന്നെ ഈ പറയുന്ന പോലെ പരിവാർ എന്ന സിനിമയിൽ ഞാൻ സാറിൻ്റെ അടുക്കുന്ന ശ്രദ്ധിച്ച എല്ലാം ചെയ്തപ്പോൾ എല്ലാം വലിയ ആർട്ടിസ്റ്റുകളാണ്. അവരിൽ നിന്നൊക്കെ നമുക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ സാറിൻ്റെ സിനിമയിൽ നിന്ന് സാറ് അഭിനയിക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ളവരുടെ കൂടെ തന്നെ എനിക്ക് സാറിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഡയലോഗ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതൊരു നോർമൽ ഡയലോഗാണ്, പക്ഷെ അതിൽ അങ്ങ് കൊടുക്കുന്ന മോഡുലേഷൻ ഉണ്ടല്ലോ, ആ മോഡുലേഷനിൽ അത് പറയുമ്പോൾ, അത് പ്രസന്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു വായിക്കുമ്പോൾ തമാശയല്ല എന്ന് തോന്നുന്ന വാക്യങ്ങൾ പോലും അതൊരു തമാശയായിട്ട് വരുന്നു, ആ ഒരു മോഡുലേഷൻ. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇത് ഇന്ന രീതിയിൽ പറയാം, ഇന്ന മോഡുലേഷൻ വരുത്താം എന്നുള്ള ആ ഒരു പ്രാവീണ്യം എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഒരു വാചകം എഴുതി വെക്കുമ്പോൾ, നമുക്ക് എഴുതിത്തരുന്ന ഒരു എഴുത്തുകാരൻ ഒരു സംഭാഷണം എഴുതി വെക്കുമ്പോൾ, നടൻ എന്നുള്ള ആൾക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതിലേത് വാക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ എഴുത്തുകാരൻ്റെ ഉള്ളൊരു വാക്കുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം, ഒരു വാചകം തന്നെ പറയാം, നിന്നോട് ഞാൻ എന്ത് പറയാനാ, അതൊരു വാചകമാണ്, സംഭാഷണം. നിന്നോട് ഞാൻ എന്ത് പറയാൻ, ഇതിൽ ഞാൻ ഊന്നൽ നൽകേണ്ടത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അല്ലേ? ചിലപ്പോൾ നീ എന്നുള്ള ആൾക്കാരിക്കണം, നീ അല്ലേ, നിന്നോട്, കാരണം എല്ലാം അറിയാവുന്ന നിന്നോട് ഞാൻ എന്ത് പറയാനാ എന്ത് പറയാം, അല്ലേ? മറിച്ച് അത് തന്നെ നിന്നോട് ഞാൻ എന്ത് പറയാനാ, ഇല്ലേ? നിന്നോട് ഞാൻ, അപ്പോൾ അല്ലേ, ഞാൻ എന്ത് പറയാനാ. അപ്പൊ ഇങ്ങനെ അതായത് ഒരു സംഭാഷണത്തിൽ എഴുത്തുകാരൻ ഊന്നിയിരിക്കുന്ന വാക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് സംവിധായകൻ പറഞ്ഞിരുന്ന വികാരത്തിനനുസരിച്ച് ഏത് വാക്കിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയുക എന്നുള്ളത്. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെയാണ്. അതൊക്കെ ഞങ്ങൾക്ക് ഈ പഴയ തലമുറയിൽപ്പെട്ട ആളാണ്, അല്ലേ? അത് ഈ പഴയ തലമുറയിൽ ഇപ്പോൾ എൻ്റെയൊക്കെ ഗുരുക്കൻ സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ ഞങ്ങളെ പണ്ട് നാടകം പഠിപ്പിക്കുമ്പോൾ പോലും വാചകങ്ങൾ ഉച്ചാരണ ശുദ്ധി ഉണ്ടാവണം. വാചകങ്ങൾ എഴുതി ബോർഡിൽ വെച്ചിട്ട്, നമ്മളിപ്പോൾ ഭരണം എന്നുള്ള വാക്ക് ഭരണം എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെക്കും, ഒരു 5 തരത്തിലവർ അത് വായിക്കാൻ പറയും.
മനസ്സിലായോ? ഇപ്പോൾ ഭരണം എന്നുള്ള ഭരണം ബെഞ്ചിൻ്റെ ബായിട്ടാൽ സംഭവം മാറി ഇല്ലേ? മാറി. അപ്പോൾ അതങ്ങനെ ഭാഷ, അതായത് നാടക പ്രവർത്തകൻ വെറും അഭിനേതാവ് മാത്രമല്ല, സാക്ഷരതാ പ്രവർത്തകൻ കൂടിയാണെന്ന് പറയും അന്ന്. മനുഷ്യന് ഭാഷ പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്, സംസ്കാരം പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം പണ്ട് കാലത്ത് നാടക ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു വന്നു. അത് അടിപൊളി. സാർ, അപ്പോൾ എനിക്കൊരു ചോദിക്കാനുള്ളത്, ഈ നാടകം എന്നുള്ള വാക്കില്ലേ, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ? അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ് നാട് പ്ലസ് അകം നാടകം, നാടകം, നാടിൻ്റെ അകം, നാടിൻ്റെ അകം ഓഹോ എന്ന് വരുന്നൊരിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നാടകത്തെ ഒരു ജനകീയ കലാരൂപമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാടകം. പണ്ട് കാലത്ത് പുരാണ നാടകങ്ങളും സംഗീത നാടകങ്ങളും വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നാടകം ഒരു ജനകീയ കലയായി മാറുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നാടിൻ്റെ സാമൂഹിക വികാസത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത രംഗകലാരൂപങ്ങളിലൊന്നാണ് നാടകം അല്ലേ? നാടകം എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളൊക്കെ ഇപ്പോൾ തമാശക്കാണെങ്കിൽ നമ്മൾ മിമിക്രിയെ കാണുന്ന കലാകാരന്മാർ കളിയാക്കിയൊക്കെ അവതരിപ്പിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നാടകം അങ്ങനെയുള്ളൊരു കലാരൂപമല്ല. നാടകം എന്നൊരു സമ്പൂർണ്ണ കലയാണ്. നാടകം വരുത്തി വെച്ച മാറ്റം, നമ്മുടെ സാമൂഹിക വികാസത്തിന് നാടകം നൽകിയ സംഭാവന മറ്റേത് കലാരൂപം നൽകിയിട്ടുണ്ട് ഇല്ലേ? ഇപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞൊരാൾ ഒരു നാടകം എഴുതി, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ആ ഒരു നാടകം വരുത്തി വെച്ച മാറ്റം ചെറുതല്ല. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അക്കാലത്തെ ഒരുപാട് ദുരനുഭവങ്ങളെ തകർത്തു മാറ്റി ആ നാടകം കൊണ്ട്. അന്ന് ഇപ്പോൾ 11 വയസ്സോ 12 വയസ്സോ പ്രായമുള്ള ഒരു നമ്പൂതിരി പെൺകുട്ടിയെ 70-71 വയസ്സുള്ള നമ്പൂതിരി വന്ന് കല്യാണം കഴിക്കും. അയാൾ 1-2 കൊല്ലങ്ങൾ കൊണ്ട് മരിച്ചു പോകും. ഈ പെൺകുട്ടി വിധവയാണ്. അവൾ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല, മറ്റുള്ളവരുടെ മുഖം കാണാൻ പാടില്ല, ദുശകുനമാണ് അല്ലെ? തലമുട്ടയടിച്ച് മുറിയിലിരിക്കണം, സൽക്കർമ്മങ്ങളിലൊന്നും പങ്കെടുപ്പിക്കില്ല, പുനർവിവാഹം നടത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ദുരാചാരം പണ്ട് നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്നു. വി.ടി. ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നാടകം എഴുതിയതോടുകൂടി ആ ദുരാചാരം കേരളത്തിൽ നിന്ന് പോയി അല്ലേ? ആ നാടകം അത്രത്തോളം സ്വാധീനിച്ചത് തകിടം മറിച്ചു ഇല്ലേ? അതൊരു വിപ്ലവകരമായ മാറ്റമല്ലേ? ഇതേപോലെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള മറ്റു നാടകങ്ങൾ പിന്നെ കെ ദാമോദരന്റെ പാട്ടബാക്കി, തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി അടക്കമുള്ള കൂട്ടുകൃഷി തുടങ്ങിയ നാടകങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ, പണ്ട് കാലത്ത് മനുഷ്യൻ അടിമകളെ പോലെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിലേക്ക് തകിടം മറിച്ചത് ഇതൊക്കെയല്ലേ? നിവർന്നു നിൽക്കാനും അവകാശം ചോദിക്കാനും ഉള്ള ഇതുണ്ടാക്കി കൊടുത്തത് നാടകങ്ങളാണ്. സാമൂഹിക പരിവർത്തനം തന്നെ, വിപ്ലവകരമായ പരിവർത്തനമുണ്ട്. മറ്റു ഒരു കലാരൂപത്തിനും അങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നാടകം ശരിക്കും പറഞ്ഞാൽ നാടകം നാടിന്റെ അകം മാത്രമല്ല, നാടിന്റെ നന്മക്ക് വേണ്ടി നിലനിൽക്കേണ്ട ഒരു കലാരൂപമാണ്. ഇപ്പോ ഓണക്കാലമാണ്. ഓണം നമുക്ക് ഇപ്പൊ സാറിന്റെ പഴയകാല ഓണ ഓർമ്മകൾ എന്തൊക്കെയാ? എന്താണ് ഓണക്കാലത്തെ? അതായത് ഈ നാടകത്തിൽ പലരും ചോദിക്കേണ്ട ചോദ്യമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു യൗവനാരംഭം മുതൽ ഓണക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകളിലും നാടകാവതരണങ്ങളിലുമാണ്. വീട്ടിലില്ല. അപ്പൊ ഈ ഓണ ആഘോഷങ്ങളൊക്കെ നാടകത്തിന്റെ, കാരണം ഓണം ആഘോഷിക്കപ്പെടുന്നിടത്ത് നമ്മൾ ചെല്ലുകയാണ്. നാടകം ഉണ്ടാവും അന്നത്തെ ദിവസം. ഇന്നത്തെ പോലെയല്ല, ഇന്നുകൊണ്ട്. പക്ഷെ അന്ന് എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ക്ലബ്ബുകളിലൊക്കെ നാടകം ബുക്ക് ചെയ്യും. ഓണക്കാലം അതുപോലെ ഫെസ്റ്റിവൽ കാലം എല്ലാം നാടകക്കാർക്ക് തിരക്കാം. അതുകൊണ്ട് വീട്ടിൽ അന്നത്തെ ദിവസം ഉണ്ടാവില്ല. ഈ ഓണത്തിന്റെ പ്രത്യേകത അത്തം മുതൽ ആഘോഷം തുടങ്ങിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തം മുതൽ നമ്മൾ വീട്ടിലില്ല. മനസ്സിലായി? പലപ്പോഴും ഓണം നമ്മൾ ചെന്നുപെടുന്നിടത്താണ്. പിന്നെ അതിന് മുന്നേ നമ്മുടെ യൗവനാരംഭത്തിനൊക്കെ മുന്നേ എന്താ വെച്ചാൽ, അമ്മയൊക്കെ ഉള്ള കാലത്ത് ഈ അതായത് ചിങ്ങം പിറക്കുന്നതോടുകൂടി തന്നെ ഓണത്തിൻ്റെ
ഈ ഒരു ആഘോഷം വീട്ടിലും നാട്ടിലും വന്ന് തുടങ്ങുമല്ലോ. അത് ഇന്നത്തെ പോലെ ഇൻസ്റ്റന്റ് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്ന പാക്കറ്റിൽ വാങ്ങിക്കുന്ന കാര്യമില്ല അല്ലേ. എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പൊ വീട്ടിൽ അമ്മമാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ അല്ലെങ്കിൽ കുടുംബിനികളൊക്കെ എന്താ ഈ അപ്പം തുടങ്ങുമ്പോഴത്തേലും ഓണത്തിലേക്ക് എത്താനുള്ള ഒരു വ്യഗ്രതയും തത്രപ്പാടും ഉണ്ടാവും. അതൊക്കെ സന്തോഷകരമാണ്. സന്തോഷകരം എന്ന് പറഞ്ഞ കാര്യം തോന്നുന്നില്ല, വേറൊന്നുമല്ല. ദാരിദ്ര്യമുള്ളവന്റെ വീട്ടിൽ പോലും കാണം വിറ്റും ഓണം ഉണ്ടാൻ അവൻ കടം മേടിച്ചാണെങ്കിലും ആ ദിവസങ്ങളിൽ ആഘോഷം ഉണ്ടാക്കാം. അതിനുശേഷം ദുരിതത്തിലേക്ക് പോകാം. പക്ഷെ ആ ദിവസങ്ങൾ സന്തോഷപ്പെടുക. പിന്നെ അത് മാത്രമല്ല, നാട്ടിലൊക്കെ എല്ലാവരും സന്തോഷം, ഓണക്കളിയും അതും ഇതും ഒക്കെ അത്തമ്പോൾ തുടങ്ങും. അങ്ങനെ ആഘോഷ പുലികളി, ഇപ്പം ചെറുപ്പത്തിലെ പുലികളിയൊക്കെയുള്ള ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതൊരു അത് വേറൊന്നുമല്ല, നമ്മുടെ പഴയ സങ്കല്പം അനുസരിച്ച് ഓണം സമൃദ്ധിയുടെ കാലമാണ്. മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള തിരക്കുമ്പോൾ ഒരു മഹാബലി എന്ന് പറഞ്ഞ തമ്പുരാൻ രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാത്തരം സമത്വങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. കള്ളം പറയുന്നവരില്ല, ചതി ചെയ്യുന്നവരില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മഹത്തായ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉള്ള അതിലെ ഒരു സന്തോഷം. ഈ ഓണക്കാലത്ത് മാത്രം കളിക്കുന്ന സ്പെഷ്യൽ നാടകങ്ങളൊക്കെ ഉണ്ടോ? ഓണം സീസണിൽ മാത്രം കളിക്കും? അല്ല, അങ്ങനെയല്ല. നാടകങ്ങൾ പൊതുവെ ഉണ്ടാക്കുന്നത് എല്ലാ കാലത്തും കളിക്കാൻ വേണ്ടിയാണ്, മനസ്സിലായോ. അപ്പൊ ഓണത്തിന് വേണ്ടി മാത്രം ഉള്ളൊരു നാടകമല്ല. എല്ലായിടത്തും എല്ലാ കാലത്തും കളിക്കും. പക്ഷെ ഓണക്കാലത്തൊക്കെ കലാപരിപാടികൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ കളിച്ചു. ഇപ്പൊ ചിരേശൻ പറഞ്ഞു, ഇപ്പൊ നേരത്തെ കുറെ നാടകങ്ങൾ സമൂഹത്തിലെ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, കുറെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ഇപ്പോൾ ഡിജിറ്റൽ യുഗം ഉണ്ടല്ലോ, ഇന്ന് നാടകങ്ങൾക്ക് ആ പഴയ സ്വാധീനം കഴിയുന്നുണ്ടോ സ്വാധീനിക്കാൻ? അല്ല, ഇന്നും നാടകത്തിൽ ശ്രമങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാൻ തരമില്ല. ഈ ലക്ഷക്കണക്കിന് ഉറുപ്പിക മുതൽ മുടക്കിയാണ് നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ ഉണ്ടാക്കുന്നത്. അത് തൊഴിലായി സ്വീകരിച്ച ആളുകളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വേദികൾ കിട്ടണം. കൂടുതൽ വേദികൾ എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമാണ് കൂടുതൽ വേദിയുള്ളത്. അപ്പോൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും വേദികൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ വേദികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനെതിരായൊന്നും പറയാൻ പാടില്ല, മനസ്സിലായോ. നമ്മൾ മാറിയ കാലത്ത് നമുക്കിപ്പോൾ മതത്തിനും ജാതിക്കും ഒക്കെ എതിരെ ഒന്നും പറയാനുള്ള, തുറന്നടിക്കാനുള്ള ധൈര്യമില്ല. അതെന്താ, അവസരങ്ങൾ കുറയുന്നോണ്ടാണോ? അതായത് തൊഴിലാക്കി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പണി കൂടുതൽ കിട്ടണ്ടേ. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് അതൊരു തൻ്റെ ഇടം കൂടിയുണ്ടേ എഴുത്തുകാരൻ്റെ. ഇപ്പൊ നമ്മുടെ പഴയ ആളുകൾ, ഇപ്പോൾ ബിൽഭാസിയായാലും എൻ എൻ പിള്ളയായാലും പി ജെ ആന്റണി ആയാലും എസ് എൽ ബിനസ്വാനന്ദ്, കെ ടി മുഹമ്മദ്, അങ്ങനെ കുറെ പഴയ നാടക പ്രതിഭകളുണ്ട്. അവർ നാടിനെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് വേദികൾ കൂടുതൽ കിട്ടണമെന്നല്ല, മനസ്സിലായി. നാടിനെ മാറ്റിമറിക്കാൻ വേണ്ടി അവരെന്തും തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ആ ധൈര്യം ഉണ്ടായപ്പോൾ അത് കേൾക്കാൻ ആളും ഉണ്ടായിരുന്നു. അത് കളിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള സംഘാടകരും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെ എങ്ങനെയൊക്കെ വിധേയത്വത്തിലേക്ക്. ഇപ്പൊ എൻ എൻ പിള്ള തന്നെ പറഞ്ഞൊരു വാചകമുണ്ടേ നാടകത്തില്, അതൊക്കെ ഇപ്പൊ പറഞ്ഞു. വിശ്വാസത്തിന്റെ പണയത്തിന്മേൽ ആശ്വാസം കടം കൊടുക്കുന്ന ലോക ബാങ്കാണ് മതം. അങ്ങനെ കരുത്തോടേക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പോൾ തീർപ്പുകൾക്ക് ജീവിത മാർഗമായി സ്വീകരിച്ചവർ എങ്കിലും അമേച്ചർ രംഗത്ത് അങ്ങനെയല്ല കേട്ടോ, അവരെന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. പ്രൊഫഷണൽ നാടക രംഗത്തിൽ പഴയ പോലുള്ള പ്രതിഷേധത്തിന്റെ സ്വരമൊക്കെ കുറവാണ്. അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിക്കണ്ടേ. അതെ, ജീവിതം ഒരു കാര്യമായിട്ട് വരുന്ന സമയത്ത് പലതിനോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല. എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, അതായത് നാടകരംഗത്തും സജീവമായിട്ടുണ്ടാവുന്ന സാറ് ഇപ്പോൾ സിനിമയിലും ഉണ്ട്, കുറേ സിനിമകളിലുണ്ട്, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കുറേ സിനിമകളുടെയും കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അരങ്ങിലെ ജീവിതമാണോ അതോ സിനിമയിലെ ജീവിതമാണോ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അങ്ങനെയല്ല, എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടും ആസ്വദിക്കണ്ട. ഒന്നിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ നാടകമാണല്ലോ നമ്മുടെ തട്ടകം. അവിടെ നിന്ന് വന്ന കൊണ്ട് അത് കൂടുതൽ കാലം അതിൽ നിന്നുകൊണ്ടും അതിനോടൊരു പ്രത്യേക മമതയുണ്ട് എന്നല്ലാതെ സിനിമാഭിനയവും എളുപ്പമുള്ള കാര്യമല്ല, നാടകാഭിനയവും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നാടകാഭിനയം എന്ന് വെച്ചാൽ മാസങ്ങളോളം നമ്മൾ പരിശീലനം നടത്തിയിട്ടാണ് അരങ്ങിലേക്ക്.
സിനിമയിൽ അങ്ങനെയല്ല, നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് പോർഷൻ തരേണ്ടത്. വലിയ ചിലപ്പോൾ നടന്മാർക്കൊക്കെ നേരത്തെ കൊടുക്കും. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെല്ലുമ്പോൾ, ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഒരു ലൈൻ പറഞ്ഞിട്ടുണ്ടാവും. ചെല്ലുമ്പോഴാണ് നമുക്ക് പോർഷൻ തരുന്നത്. അല്ലേ? അപ്പോൾ എളുപ്പത്തിൽ മറ്റൊരു നാടകം നമ്മൾ പരിശീലിച്ചുറപ്പിച്ച, ഇതങ്ങനെയല്ല. അവിടെ ചെല്ലുമ്പോൾ ഇത്രയും കാലം കിട്ടിയ അനുഭവത്തിൽ നിന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. സംവിധായകന്റെ നിർദ്ദേശത്തിനനുസരിച്ച് രൂപമാറ്റം വരും. ഇതിപ്പോ സിനിമയും നാടകം എന്ന് പറയുമ്പോൾ രണ്ടും 2 മീറ്റർ ആണല്ലോ. ഇപ്പൊ നാടകത്തിൽ ഇപ്പൊ നമ്മൾ എന്തായാലും ഒരു ലൈവ് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് പെർഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കെയിലും നമ്മുടെ ആക്ടിങ് സ്കെയിലും മീറ്ററും ഒക്കെ ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ എല്ലാം ഹൈ ആണ് അല്ലേ? ഇപ്പൊ സിനിമയിലെത്തുമ്പോൾ അതിൻ്റെയൊക്കെ മിനിമലാണ്. അപ്പോൾ നാടകങ്ങളിലൂടെ ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് സിനിമയിലേക്ക് എത്തുമ്പോൾ ആ ഒരു മീറ്ററിലേക്ക്, സിനിമയുടെ ഒരു മീറ്ററിലേക്ക് പിടിക്കാൻ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ നേരിടും? അല്ല, അതിപ്പോഴേ ഇപ്പം ഒരു 10 വർഷത്തെ നാടകചരിത്രം നോക്കുമ്പോൾ സിനിമയെ പോലെ തന്നെയുള്ള നാടകവും പഴയ അതിഭാവത്വങ്ങളുള്ള അഭിനയം നാടകത്തിലും ഇല്ല. പണ്ട് ഒരു 15 കൊല്ലത്തിന് മുമ്പ് 25 കൊല്ലത്തിന് മുമ്പ് ഇച്ചിരി അതിഭാവത്വങ്ങൾ പറയുമെങ്കിലും ഇപ്പൊ സിനിമയിലും നാടകത്തിലും ഒരുപോലെയാണ്. നാടകത്തിലും നമ്മൾ ബിഹേവ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ചില പ്രത്യേക ഡയലോഗുകളൊക്കെ ചിലപ്പോൾ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞേക്കാം. കാരണം സിനിമക്കുള്ള ക്ലോസപ്പ് ഒന്നും നാടകത്തിനില്ല. പ്രേക്ഷകൻ എപ്പോഴും നമ്മൾ അകലെയാണ് ഇരിക്കുന്നത്. പിന്നെ സാങ്കേതികമായി നോക്കുമ്പോൾ സിനിമ കിട്ടുന്ന സാങ്കേതിക സൗകര്യങ്ങളുടെ കുറവുണ്ട്, ശബ്ദത്തിൻ്റെ. അപ്പോൾ ഇച്ചിരി ഉറക്കൊക്കെ പറയും എന്നല്ലാതെ അതിനെയും ഇപ്പോൾ നാടകവും സിനിമയും ഒക്കെ ഒരേപോലെയൊക്കെ തന്നെയായി മാറിയിരിക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 2 തരം അഭിനേതാക്കളുണ്ട്. സ്റ്റേജിൽ അരങ്ങിൽ അഭിനയിക്കുന്ന ആള്. ഞാനൊക്കെ 2004 സ്റ്റേജ് ഉപേക്ഷിച്ച ആളുകളാണ്. എങ്ങനെ കെട്ടിപ്പൊക്കിയ സ്റ്റേജ് ഇല്ലെങ്കിലും നാടകം കളിക്കാം. ഇപ്പൊ ഞാനൊക്കെ സ്ട്രീറ്റ് ആകാം. ഇപ്പൊ ചിലപ്പോ ഇപ്പൊ ഇതും ഒരു ഡ്രാമയാകാം. നമ്മൾ ചെന്ന് വിടുന്ന ഇടവേതോ അവിടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദിവസം നമ്മൾ വണ്ടിയിൽ കയറുന്ന ദിവസം ഡിസ്ചാർജ് കൂട്ടിയിട്ടുണ്ടെന്ന് കരുതുക അല്ലേ? ഡിസ്ചാർജ് കൂട്ടിയ ദിവസമാണ്. എല്ലാവരും അടിമകളെ പോലെ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാടകക്കാരനായ ഞാൻ കയറുകയാണെങ്കിൽ ഞാനും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും, കൂട്ടുകാരോ സുഹൃത്തുക്കളോ ശിഷ്യന്മാരോ. ബസ്സിൽ കയറുന്നു, 2 പേരും 2 ഇടത്തിരിക്കുന്നു. അതിനൊരു ധാരണ ഉണ്ടാകും, നമുക്ക് ഈ വിഷയം ഒന്ന് പറയണ്ടേ, ബസ് വെച്ച് കൂട്ടിയാൽ. അപ്പോൾ ശിഷ്യന്മാർ മാഷ് തുടങ്ങിക്കോ, പുറകെ വരാം, മാഷ് തുടങ്ങിക്കോ, പുറകെ വരാം. കണ്ടക്ടർ വരുന്നു, ടിക്കറ്റ് കണ്ടക്ടർ വരുന്നു. കണ്ടക്ടർ വന്നിട്ട് എവിടെയാ? അപ്പോൾ നമ്മൾ പറയും എടപ്പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുന്നതിന് മുമ്പ് കൊടുത്തിടുന്ന തുകയുണ്ടല്ലോ, 15 രൂപ, അത് കൊടുക്കുന്നു. അപ്പോൾ കണ്ടക്ടർ വന്നിട്ടുമ്പോൾ അയ്യോ ചേട്ടാ ടിക്കറ്റ് ചാർജ് കൂട്ടി 20 രൂപ തരണം. അപ്പം നമ്മളൊന്നും അറിയാത്തത് എപ്പോൾ കൂട്ടി? ഇതിപ്പോൾ ഇത്ര ഒരാഴ്ചയായി കൂട്ടി, ചേട്ടനൊന്നും അറിയില്ലേ? ഇല്ല. ചേട്ടൻ പത്രത്തിലും ടി വിയിലും ഒക്കെ വാർത്തയുണ്ട്. ഉണ്ടോ? പത്രം വായിക്കാൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ടി വി വീട്ടിലില്ല. മാത്രമല്ല ഒരാഴ്ച ഇവിടെ ഉണ്ടായില്ല, തമിഴ്നാട്ടിലായിരുന്നു. അവിടെ കൂട്ടിയിട്ടില്ല. അപ്പം അതായത് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കണം. അപ്പോൾ എന്താ കാര്യം കൂട്ടാൻ? സ്വാഭാവികമായിട്ടും നമ്മളോട് അല്ല ചേട്ടാ അതല്ല, നിങ്ങളല്ലേ നമ്മളോട് കാശ് കൂടുതൽ ചോദിക്കണത്, വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയണം എന്തുകൊണ്ട് കൂട്ടി. അപ്പോൾ അത് പെട്രോൾ മറ്റേ ഓരോരോ കാരണങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതാണോ? പക്ഷെ തമിഴ്നാട്ടിൽ കൂട്ടിയിട്ടില്ലല്ലോ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്നലെയാണ് അവിടെ വന്നത്, അവിടെ കൂട്ടിയിട്ടില്ല. അത് അവിടെ കൂട്ടാത്തത് ഇല്ലേ? അത് കൂടാതിരിക്കുമ്പോൾ ഇപ്പോൾ നീയാണ് എൻ്റെ കൂടെ ആ വണ്ടിയിൽ എൻ്റെ ശിഷ്യനായിട്ട് കൂട്ടാനായിട്ട് വന്നിരിക്കുന്നത്, നീ അവിടെ കാണുന്നല്ലേ അതൊന്നും പഠിക്കാണ്ട് കാശ് കൊടുക്കും എന്ന് പറയുന്നു. നമ്മൾ ഈ സംഘട്ടനവും സംഘർഷവും വരുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു പോകരുത്, തൻ്റെ ഒരു കാശുകളും താൻ കൊടുക്കണു. ഞാനാകെ പഴയ കാശുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ കൊടുത്താൽ പിന്നെ ഞാൻ അങ്ങനെ തിരിച്ചു വരും. ഒരു തർക്കമാകുമ്പോൾ കണ്ടക്ടർ ഇടപെടും, കൂടെ ഇരിക്കുന്നവർ ഇടപെടുന്നു, എല്ലാവരും ഇടപെടുമ്പോൾ ഒരു നാടകം ഉണ്ടാകുകയാണ്. ഇത് നാടകമാണെന്ന് പോലും അവരറിയുന്നില്ല. പക്ഷെ അവസാനം നമുക്ക് ഇറങ്ങേണ്ട ഇടമാകുമ്പോൾ ഞങ്ങൾ ഇറക്കുന്നു, അവിടെയാണ് നമ്മൾ പറയുന്നത് ഞങ്ങളിതൊരു നാടകക്കാരാ. ഇത് നിങ്ങളും ചിന്തിക്കണം. നമ്മുടെ ഇന്ന് കാശൊക്കെ കൂടുതൽ കൊടുക്കുമ്പോഴേ എന്തിനാണെന്ന് അറിയണ്ടേ, ചോദിക്കണം. മനസ്സിലായോ? ചോദിക്കാനുള്ള ഒരു മാധ്യമം കൂടിയാണ് നാടകം. ഇങ്ങനെ നാടകം കളിക്കുന്ന രീതിക്കാരനാണ് ഞാൻ. അതായത് ഒരു പ്രൊഫഷണൽ നാടകം ഇഷ്ടമാണെങ്കിലും അങ്ങനെ അഭിനയിക്കാൻ പോയിട്ടില്ല. ഇതൊക്കെ ഇട്ടൊക്കെ നടക്കണം.
അപ്പം അതുകൊണ്ട് ഗുണം സിനിമയിൽ എനിക്ക് കിട്ടിയത്, ഇത് അഭിനയിക്കാനും തോന്നിയാൽ ആളുകൾ നമ്മളെ ആദ്യം തന്നെ നാടകമാണ് തോന്നിയാൽ ആളുകൾ നമ്മളെ കളിയാക്കും ഇല്ലേ? ഇതല്ല, നമ്മള് ജീവിക്കാണ്, ബിഹേവ് ചെയ്യുന്നു. സിനിമയിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ആ പരിശീലനം ഗുണം ചെയ്തു. അല്ല, ഇപ്പൊ ഞാൻ ആലോചിക്കുക എത്ര പെട്ടെന്നാണ് ഇപ്പൊ ആ ഒരു സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് വിഷ്വൽ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ഈ സിറ്റുവേഷൻ നടക്കുന്നത്, ആ പ്ലേ ഞാൻ കണ്ടു. ആ ഒരു സ്ട്രീറ്റ് പ്ലേ കണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു ഫീൽ കിട്ടുക, അത് ഭയങ്കര അടിപൊളി. പിന്നെ ഇപ്പൊ ഓണക്കാലമാണല്ലോ, ഒരു മറക്കാനാവാത്ത ഒരു ഓണ ഓർമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മറക്കാനാവാത്ത ഒരു നാടക ഓർമ്മയോ? അല്ല, മറക്കാനാവാത്ത നാടകം എന്ന് വെച്ചാല് ഞങ്ങൾ ഒരിക്കലും നാടകം കളിക്കാൻ പോയി. മറക്കാനാവാത്ത ഓണക്കാലമാണ്. ഒരു ആർട്ടിസ്റ്റ് എത്തിയില്ല. അയ്യോ. നാടകത്തിന് ആർട്ടിസ്റ്റ് എത്തിയില്ലെങ്കിൽ നാടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ ആർട്ടിസ്റ്റാണ്. അയാൾ എത്തിയില്ല, അയാൾക്ക് എത്താൻ പറ്റുകയുമില്ല. അയാൾ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി. 10,000 ആളിൽ കാണാതിരിക്കുന്നു. ഈ ഒരാൾ വന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് നാടകം കളിക്കാതിരിക്കാൻ പറ്റില്ല ഇല്ലേ? അപ്പോൾ ഉണ്ടാകാവുന്നൊരു സംഘർഷമുണ്ട് ഇല്ലേ? സംഘർഷം എന്ന് വെച്ചാൽ വേറെ പകരക്കാരൻ കയറണം. അയാൾക്ക് പകരക്കാരൻ കയറുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ പകരക്കാരന് പകരം വേറൊരാൾ വരണ്ടേ. അങ്ങനെ 1-2 അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതൊരു നാടകത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഘർഷം. അപ്പം നീ ഒരു കഴിച്ച് നീ മറ്റേ വേഷം ചെയ്യും, ഞാൻ ഈ വേഷം ചെയ്യാം എന്നൊക്കെ, അങ്ങനെ 1-2 അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ അല്ല, അത് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം, നാടകത്തിനകത്ത് നമ്മൾ സ്ഥിരം കളിച്ചു വരുന്നതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം അറിയാം. മനസ്സിലായോ? പക്ഷേ ചില സമയത്ത് എനിക്ക് ജീവിതത്തെ പറ്റി പറ്റുന്ന വെച്ചാൽ ഇതുപോലെ എത്തിയില്ല ഒരാൾ, ആർക്കും പകരക്കാരനാകാനുള്ള സൗകര്യമില്ല. അവിടെ ഒരു സുഹൃത്ത് നാടകം കാണാൻ വരുന്നു, അയാളോട് പറയുന്നു ഒന്ന് കയറ്. അപ്പൊ അയാൾക്കിത് അറിയില്ല. പക്ഷെ അയാളൊരു തികഞ്ഞ നടനാണ്. അയാളോട് പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് പറയാനുള്ളൊരു സൗകര്യം ചെയ്തു തരാം. അയാളൊരു വലിയ മുതലാളിയുടെ റോളാണ് അഭിനയിക്കുന്നത്. മനസ്സിലായി? അപ്പൊ അയാൾ ആദ്യം രംഗത്തേക്ക് വരുമ്പോൾ അടുത്തൊരു പോലീസ് ഓഫീസർ വരുന്നു. പോലീസ് ഓഫീസർ ഈ മുതലാളി തമ്മിൽ സംസാരിക്കുന്നു. അപ്പം മുതലാളി സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ മുതലാളിയുടെ കയ്യിൽ നാടകം അങ്ങനെ തന്നെ ബുക്ക് കയ്യിലുണ്ട്, എന്തോ ഫയല് നോക്കിക്കൊണ്ട് വരുന്ന പോലെ. അപ്പൊ മുതലാളി നോക്കി പറയാ. പക്ഷെ അത് നടന്റെ തന്മയത്വം കൂടി ആയപ്പോൾ ആളറിയില്ല. അപ്പോൾ ആ കഥാപാത്രം പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് സംശയം വരും. ഈ നടൻ എപ്പോൾ വരുമ്പോഴും ഒന്നുകിൽ ഫയലുണ്ടാകും കയ്യിൽ, അല്ലെങ്കിൽ ഒരാൾ കൊണ്ടൊരു കത്ത് കൊടുക്കും. അങ്ങനെയുള്ള ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഒരു രസകരമായ അനുഭവമുണ്ട്. ഇത്രയൊക്കെ ഉള്ളു. അല്ലാണ്ട് ഓണം നമ്മളിപ്പോ എൻ്റെ ഈ ഇത്രയും പ്രായത്തിനിടക്ക് എത്രയോ ഓണം കഴിഞ്ഞു. എന്നോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഓണത്തിനെ പറ്റി? അല്ല, അത് ഈ ഓണം എന്ന് വെച്ചാൽ അത് എൻ്റെ കണ്ടുപിടുത്തൊന്നുമില്ല കേട്ടോ. ഈ പണ്ഡിതന്മാര് ഞാനിത് കേട്ടത് പഴയ റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു സുബ്രഹ്മണ്യം പോറ്റി ഒരിക്കൽ പ്രസംഗിക്കാൻ ഞങ്ങളുടെ സംസ്കാര പരിപാടിക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. ഓണം ഒരാഘോഷമല്ല, ആചാരമാണ്. നന്മകൾ തിരിച്ചു വരുന്ന അല്ല, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതൊരാഘോഷമുള്ള ആചാരമാണ്. പിന്നെയുള്ള കാര്യം മൂപ്പര് പറഞ്ഞത്, അന്ന് പോറ്റി സാറ് പറഞ്ഞതേ, ഓണം എങ്ങനെ മഹാബലി എങ്ങനെ കേരളക്കാരനാവും? ഓണമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം പറയുന്ന മഹാബലിയുടെ തിരിച്ചുവരവാണല്ലോ വർഷത്തിലൊരിക്കൽ, ഇല്ലേ? പക്ഷെ മഹാബലി എന്തിനാ കേരളത്തിൽ വരുന്നത്? മഹാബലിയുടെ നാട്, മഹാബലി ഭരിച്ചിരുന്ന നാട് കേരളമല്ല, ഇത്ര ഗുജറാത്താണ്. അതൊരു പുതിയ അറിവാ. അല്ല, മൂപ്പരത് പറയുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി കാര്യങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ മഹാബലിയുടെ നാട്, മഹാബലി ഭരിച്ചിരുന്നത് ഗുജറാത്തിലാണ്. നമ്മൾ അങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവരികയാണ്. കാരണം ഭരണാധികാരി എങ്ങനെയായിരിക്കണം, അല്ലേ? കാരണം ഇപ്പോൾ ജനകീയ ജനാധിപത്യത്തിൻ്റെ ഈ കാലത്തും നമ്മൾ ഒരുപാട് ഭരണാധികാരികളെ കാണുന്നു, നമ്മുടെ രാജ്യത്തും പുറം രാജ്യത്തൊക്കെ ആയിട്ട്. പക്ഷെ മഹാബലിയെപ്പോലും രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ. രാജാക്കന്മാർ അങ്ങനെ ആയിരിക്കണം. ഇത് നമ്മൾ ഇത് പറയില്ലേ, ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു. കാര്യം എന്താണ്? രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ രാവണനാൽ കളങ്കിതയാകപ്പെട്ടിട്ടുണ്ടാവും സീത. അങ്ങനെയുള്ളൊരു സീത രാജാവായ രാമൻ്റെ ഭാര്യയായിരിക്കുന്നത് ഇയാള് അലക്കുകാരൻ ഭാര്യയും കൂടി വഴക്കിട്ടപ്പോൾ
അലക്കാരൻ രാത്രി സന്ധ്യക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയെ കാണാനില്ല. അവളെ വിളിച്ചു പോയി. അവൾ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, അയാൾ ഒരു വാചകം പറയുക, ഞാൻ ചീരാമനൊന്നുമല്ല, ഇത് രാവണൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് അവിടുന്ന് കുറേ കാലം കഴിഞ്ഞ് ചീതയും കൂടെ വന്നപ്പോൾ സ്വീകരിച്ച ചീരാമനൊന്നുമല്ല ഞാൻ. മനസ്സിലായ? എനിക്കങ്ങനെ പിഴച്ച പെണ്ണിനെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് വേഷപ്രച്ഛന്നായിട്ട് ലോക രാജ്യവിവരങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന് ശ്രീരാമൻ തന്നെ കേൾക്കാൻ ഇടവരുമ്പോൾ രാജാവിനെ കുറിച്ച്, രാജ്യം ഭരിക്കുന്നവനെ കുറിച്ച് അങ്ങനെ ഒരു സംശയം പോലും പറയാൻ പാടില്ല പ്രജകളുടെ മനസ്സിൽ. സീത പതിവ്രതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നത്. മനസ്സിലായോ? കാരണം അതായിരിക്കണം രാജാവ്. രാജ്യം ഭരിക്കുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം പോലും ഉണ്ടാകാൻ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എന്താരോപണം ഉണ്ടായാലും കോടതി പറയട്ടെ, തീരുമാനിക്കട്ടെ, അല്ലേ? ഇനി ഒരു കോടതി തീരുമാനിച്ചാൽ പിന്നെ അപ്പീൽ പോവും, ഇല്ലേ? അങ്ങനെ പക്ഷെ പണ്ടത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകാൻ പാടില്ല. രാജാവിനെ കുറിച്ച് അങ്ങനെ ഒരാരോപണം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതാണ് രാജാവ്. ഇപ്പോൾ ശ്രീരാമൻ കാട്ടിൽ പോയതും അച്ഛന് വേണ്ടി, പിതാവിനോട് അതായിരിക്കണം മകൻ, അച്ഛന് വേണ്ടി ജീവിക്കുക. അങ്ങനെ കുറേ സങ്കല്പങ്ങൾ, നല്ല സങ്കല്പങ്ങൾ ഉണ്ട്. അതിലൊരു സങ്കല്പമാണ് മഹാബലി. നാടകത്തിൽ ഇപ്പോൾ ഒരു നാടകം ചെയ്യുമ്പോൾ തന്നെ ഒരു അഭിനേതാവിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ്, സാർ എങ്ങനെയാണ്, ഇപ്പോൾ സാർ ഒരു നാടകം സംവിധാനം ചെയ്യുമ്പോൾ അപ്പോൾ അതിലൊരു ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു ആക്ടറിനെ എങ്ങനെയൊക്കെയാണ് അതിന് പ്രാപ്തനാക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം നടന്മാരെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന ഒരാളല്ല, മനസ്സിലായി? നടന്മാരാക്കിയെടുക്കുകയാണ് ഓരോരുത്തർ. നമ്മുടെ കൂടെ കിടക്കുമ്പോൾ നമ്മുടെ കാലമൊക്കെ ശേഷം ആളിൽ വേണമല്ലോ. അപ്പോൾ ഒന്നും അറിയാത്തവരെയാണ് കൂടുതൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ അകത്ത് ഒരു കാര്യം, ഒഴിഞ്ഞ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ സുഖമാണ്. ഈ ഇത്തിരി നിറഞ്ഞിരുന്നാലേ കുറച്ചൊഴിക്കുമ്പോൾ തന്നെ നിറയും. ഈ അകത്തിരിക്കണ ജലം മലിനമാണോ എന്ന് അറിയാൻ പാടില്ല. നമ്മൾ കോരി ഒഴിക്കുന്ന വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴേ അതും കലങ്ങാം. അപ്പോൾ പരമാവധി കൂടെ ഇരിക്കുന്നവരോട് അഭിനയിക്കാനുള്ള വാസന എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമ്മൾ വെറുതെ ധരിക്കുകയാണ് എല്ലാവർക്കും ഒന്നും അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ചില നുണകളൊക്കെ ഇല്ല. നമ്മൾ ഇപ്പോൾ സ്കൂട്ടർ ഓടിച്ച് പോകുന്നു, ഹെൽമെറ്റ് വെച്ചില്ല. ചിലപ്പോൾ അമ്മ വിളിച്ച് പറയണ ഹെൽമെറ്റ് വെച്ച് പോലീസുകാരാണ്. ഇവിടെ ഒന്നും പോലീസ് ഉണ്ടാവില്ല, ഇല്ലേ? ഇവിടെ ഒന്നും പോലീസ് ഉണ്ടാവില്ല. അമ്മ പറഞ്ഞു ഹെൽമെറ്റ് വെച്ചിട്ട് പോടാ മോനെ എന്ന് പറഞ്ഞാണ്. അത് കേൾക്കാതെ നമ്മൾ പോകുന്നത് നേരെ പോലീസ് പിടിക്കുന്നു. നമ്മൾ എന്ത് പറയും? സാർ പെട്ടെന്ന് അമ്മക്ക് സുഖമില്ലാണ്ട് വന്നപ്പോൾ മരുന്ന് മേടിക്കാൻ ആ ധൃതിയിൽ പറ്റിയാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ പോലീസുകാർക്ക് വിശ്വാസമാവും. അതൊരു അഭിനയമല്ലേ? ഈ അഭിനയം എല്ലായിടത്തും എല്ലാവരും ചെയ്യും. സ്കൂളിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നില്ലെങ്കിൽ പിള്ളേർ പറയുന്നില്ല രാത്രി ഭയങ്കര തലവേദനയാണ് സാർ, അതുകൊണ്ടാവും. ഇതൊക്കെ അഭിനയ. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ ഉണ്ട്. പിന്നെ അതിനെ ഒരു കഥാപാത്രമായി നമ്മൾ സന്നിവേശിപ്പിച്ച് ഒരു കഥയ്ക്ക് പൂർണ്ണത ഉണ്ടാക്കാൻ അഭിനയിക്കുമ്പോഴാണ് അത് അഭിനയമായിട്ട് മാറും. അപ്പം നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിലായ കാര്യങ്ങൾ, ഇപ്പോൾ മോൻ തന്നെ അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിലായ കാര്യങ്ങൾ സംവിധായകൻ പറഞ്ഞു തന്നാൽ നമ്മളറിയാണ്ടെന്നറിയാം നമ്മളതായിട്ട്. ഇപ്പോൾ ഫാലിനിലൊക്കെ അഭിനയിക്കുമ്പോൾ അതിൻ്റെ സംവിധായകൻ നിതീഷ് സഹദേവൻ എനിക്ക് ഓരോ സാധനവും ഒന്നും അഭിനയിച്ച് കാണിച്ചു തരില്ല. പുള്ളി ഓരോ മൈന്യൂട്ടായ കാര്യവും പറഞ്ഞു തരും. പിന്നെ കൂടുതൽ ബേസിലൊക്കെ അഭിനയിച്ചപ്പോൾ അവരും നമുക്ക് ചെറു സാധനം ചൂണ്ടിത്തരും. കാരണം അവർ നമ്മളെക്കാൾ മുമ്പ് സ്ക്രീനിൽ വന്ന പരിചയമുള്ള ആൾക്കാർ, പ്രായത്തിൽ നമ്മളെക്കാൾ ഇളയതാണെങ്കിലും ആ അനുഭവത്തിൽ നമ്മളെക്കാൾ മുമ്പല്ലേ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകണം. ഈ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ അത് നമുക്കുള്ള ഒരു തിയേറ്റർ ബേസ് സിനിമയിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, മലയാള സിനിമയിൽ വന്ന നാടക നടന്മാരെ കുറിച്ചൊന്നും ആലോചിച്ചു. കുറേ പേരുണ്ട്. രാജേന്ദ്ര പ്രസാദ് മുതൽ മുരളി, അല്ല അതിനു മുമ്പ് കൊട്ടാരക്കര ഇല്ലേ, സത്യൻ, ഇവരൊക്കെ നാടകം കളിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ മാത്രമാണ് നാടകം കളിക്കാതെ വന്നിരുന്നത്. ബാക്കിയും കൊണ്ട് നമ്മൾ വരുമ്പോൾ ഇവരെല്ലാവരും തിയേറ്ററിൽ നിന്ന് വന്ന ആളുകളാണ്, ഇല്ലേ? ഇവര് മലയാള സിനിമ ഇപ്പോൾ തിലകനെ പോലെ തിലകനോട് സാമ്യം ചെയ്യാവുന്ന ഒരു നടൻ ഉണ്ടോ?
നമ്മൾ കരുതി ഇല്ലെന്ന്. ഉണ്ട്, തിലകല്ല, ഓരോരുത്തരും ഓരോ രീതിയാ. ഇപ്പോൾ കൊടിയേറ്റം ഗോപിച്ചേട്ടൻ അല്ലേ, ഭരത് ഗോപി, എന്തൊരു ഉജ്ജ്വല നടനാ. മലയാള സിനിമയിലെ സൗന്ദര്യ സങ്കല്പം തന്നെ തകർത്ത നായകനാണ്. കഷ്ണി തലയും മുടി നീട്ടി വളർത്തി ഇല്ലേ. ഒരു കാലം അദ്ദേഹം പാടും. അദ്ദേഹം ആദ്യത്തെ സിനിമ സ്വയംവരം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൻ്റെ അകത്ത് ഒരു പണിമുടക്കുന്ന, ദിവസങ്ങളായി പണിമുടക്കുന്ന തൊഴിലാളികൾ, പണിമുടക്ക് സമരത്തിൽ പങ്കെടുക്കുന്നത്, അതിലൊരാളായിട്ട് വെറുതെ കുത്തിയിരിക്കുന്ന ആളാണ് കൊടിയേറ്റം ഗോപി. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ. പക്ഷെ അടുത്ത പടത്തിൽ നായകനായി. കാരണം നമ്മളെ സിനിമ കാണുമ്പോൾ അറിയില്ല, ക്യാമറ പോകുമ്പോഴേ ഒരു 100 തൊഴിലാളികൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ ആ ക്യാമറ ഇങ്ങനെ ഓടി പോകുമ്പോൾ ഗോപിയുടെ മുഖം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാണ് വേറൊരു മുഖം. എല്ലാവരും പണി വെറുതെ ഇരിക്കുന്നത്. അവിടെ ഒരു ആക്ടർ ഉണ്ട്, അതായത് ഒറ്റ ഡയലോഗ് ഇല്ലാത്തൊരു സീൻ ചെയ്യുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അടൂർ സാറിന് തോന്നി ഇവന് എൻ്റെ പടത്തിനടുത്ത് നായകനാണ്. ഓക്കെ ഇല്ലേ. അതായത് വലിയ വേഷമൊന്നും ചെയ്യണമെന്നില്ല. പ്രതിഭകൾ ഒരു ചെറിയ സാധനം ചെയ്തു വെച്ചാൽ അത് കണ്ടാൽ പ്രതിഭകൾക്ക് തിരിച്ചറിയാൻ അവരിനോട് വിളിക്കും. അതെ ഇല്ലേ. അപ്പം നാടകക്കാരൻ നെടുമുടി സാർ നാടകക്കാരനാണ്, ഭരത് മുരളി നാടകക്കാരനാണ്, രാജൻ പി ദേവ് നാടകക്കാരനാണ് ഇല്ലേ. ഇങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ മലയാള നാടകവേദി ഇത് വന്ന് ഒരുപാട് കരുത്തുറ്റ നടന്മാർ മലയാള സിനിമാ രംഗത്ത് അവരുടേതായ സ്ഥാനം പ്രസാദ് സാർ, നരേന്ദ്ര പ്രസാദ് സാർ, വേണ്ട നമ്മുടെ മറ്റേ കൃഷ്ണൻകുട്ടി എന്ന കൃഷ്ണൻകുട്ടി നായർ അല്ലേ, ആ വല്ല പ്രായമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അല്ലേ. ആ ഒരു നേരത്തെ ആ പിന്നെ ഇതിലൊക്കെ കാക്കോത്തിക്കാവിലപ്പം അല്ലേ, അദ്ദേഹമൊക്കെ എന്ത് ഉജ്ജ്വല നടന്മാരാ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടത് ജീവിതത്തിൽ അഭിനയിച്ച സിനിമകളിലെല്ലാം ഒറ്റ ഷോട്ടിന് റെഡിയാക്കുന്ന ആളാ. സിംഗിൾ ടേക്കിലാ, മനസ്സിലായോ. അപ്പോൾ കരമന ജനാർദ്ദൻ എന്ന് പറയുന്നത് എന്തൊരു സ്വാഭാവികതയുള്ള. അപ്പോൾ അത് കാണാൻ ആ സ്പടിക സിനിമയിൽ ഒരു പള്ളിയിൽ വെച്ചെൻ്റെ ചെറിയ വേഷത്തിലാണ് വരുന്നത്. ഈ തോമയെ വരെ പേടിപ്പിച്ചെടുത്ത സ്നേഹസമ്പന്ന, അതോ രണ്ടും സന്യസിപ്പിച്ചതന്നെ. പരിക്കനാണ് സ്നേഹസമ്പന്ന, അവർക്ക് ഉജ്ജ്വല നടന്മാരാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെ അല്ലേ സാർ. ഇപ്പോൾ നമ്മളൊരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? ശൂന്യമായിരിക്കണോ അതോ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കണോ? അത് ഞാൻ രണ്ട് തരം അഭിനയ രീതികളുണ്ട്. ഇപ്പം മമ്മൂക്ക അഭിനയിക്കുന്നു. മമ്മൂക്ക മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ആ ക്യാരക്ടർ പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ലാൽ സാർ നേരെ മറിച്ച സെറ്റിൽ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞൊക്കെ ഇങ്ങനെ നടക്കും. പക്ഷെ രണ്ടുപേരും ഷോട്ടിലേക്ക് വരുമ്പോൾ കറക്റ്റാ. തകഴി പണ്ടൊരു അനുഭവം ഉണ്ട് സത്യനെ കുറിച്ച്. മഹാനടനാണ് സത്യൻ. അദ്ദേഹവും തകഴിയും കൂടെ പപ്പടവും ചുട്ട പപ്പടവും കഞ്ഞിയൊക്കെ കുടിച്ചിരിക്കും, തമാശയൊക്കെ പറയും. അനുഭവങ്ങൾ പാളിച്ച സിനിമ തകഴിയുടെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നു. സത്യനാണെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മഹാരോഗത്തിന് മരിക്കും എന്ന് ഉറപ്പോടെ ഇരിക്കുന്നു. അത് ലോകത്തിലൊരു അറ്റാക്കും അറിയാനും പാടില്ല. ഇവരിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് സർ ഷോട്ട് റെഡി. ഇയാൾ ഷോട്ട് എന്ന് വെച്ചാൽ ഇയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകൾ, ഒരു കുഞ്ഞു മകളുണ്ടായിരുന്നു. ആ മകള് മരിച്ചിട്ട് മകളുടെ ഈ കുഴിമാടത്തിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുന്ന സീനാണ്. അപ്പോൾ ഈ തകഴിയോട് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞിരിക്കുന്നു. സർ ഷോട്ട് റെഡി എന്ന് പറയുന്നു. സത്യം ചെന്ന് നിൽക്കുന്നു. സത്യൻ ആ കുഴിമാടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തകഴി തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് ഇവിടെ നേരെ മാറി. ഇയാൾ ഭയങ്കര പരിക്കൻ റോളുകാരനാണ്. ഒരു വഴക്കാളി കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ കഥാപാത്രം. ഇവിടെ ഇത്രയും തമാശയൊക്കെ പറഞ്ഞാൽ അവിടെ നേരെ ഒറ്റ നിമിഷം കൊണ്ട് ആ പലിക്കൻ ഭാവക്കാരനും സ്നേഹസമ്പന്നമായിട്ട് അച്ഛൻ അടിയാളിൽ നോക്കി നിൽക്കുന്ന ആ കുഴിമാടത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴേ അനാദിയായൊരു ദുഃഖം സത്യൻ്റെ കണ്ണിൽ നിമിഷം കൊണ്ടുവന്ന് നിറയുന്നു. അവിടെ അടരാതെ നിൽക്കുന്ന 2 തുള്ളി കണ്ണുകൾ. തകഴി പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇങ്ങനെ മാറ്റാൻ കഴിയും? മറിച്ച് പ്രേംനസീർ സാറൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കള്ളുപിടിയൻ്റെ വേഷം ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഒന്ന് തയ്യാറെടുക്കും. അതും മോശമല്ല.
ഇപ്പം മമ്മൂക്കനെ കുറിച്ചും ഞാൻ നേരിട്ടുള്ള അറിയുന്നത് ഒരു ക്യാരക്ടർ കിട്ടിയാൽ അതിനു വേണ്ടി തയ്യാറെടുക്കണം. ലാൽ സാറ് നേരെ മറിച്ചാണ്, തമാശയൊക്കെ പോഴേക്കും ഇവർ നേരെ ടക്ക് എന്ന് ചെല്ലുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേരും തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ലാൽ സാറ് ചിലപ്പോൾ ഉള്ളിലെ ഈ സാധനം ഉണ്ടാവും, ഒരു ഹോംവർക്കെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ സാധനം കിട്ടിയപ്പോൾ മുതലുണ്ടാവും. മമ്മൂക്ക അതൊന്നുകൂടി ശ്രമിച്ചു ചെയ്യുന്നു. പക്ഷെ രണ്ടുപേരും നമുക്ക് ഗംഭീര നടന്മാരാ. ഒരു തയ്യാറെടുപ്പില്ലാതെ ചെയ്യാം, തയ്യാറെടുപ്പോടും ചെയ്യാം. പക്ഷെ തയ്യാറെടുപ്പ് എന്തായാലും ഉള്ളിലുണ്ടാവും. പിന്നെ നമുക്കൊരു കഥ ഞാൻ ചെയ്യുന്ന എനിക്ക് എൻ്റെ പോർഷൻ കിട്ടി. സംവിധാനം ഒന്ന്, നമുക്ക് ഈ ടെക്സ്റ്റ് വരുമ്പോൾ സംവിധായകൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് വേണം. എന്താണ് അദ്ദേഹം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇന്നതാണ് മൂപ്പര് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായി? ഇപ്പോ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച പാണ്ഡവലകളാണ് ആദ്യത്തെ പേര് അല്ലേ? പരിവാറിൽ വന്നപ്പോ എനിക്ക് ആ കുട്ടികൾ ചെറിയ പിള്ളേരാണ്, എൻ്റെ മക്കളുടെ പ്രായം പോലും ഇല്ലാത്ത പിള്ളേരാണ്. ഫഹദും മറ്റേ ഉത്സവം. അപ്പൊ ഇവര് സമയത്ത് കുഞ്ഞു പിള്ളേരാണ്. പക്ഷെ അവര് പറഞ്ഞു വരുമ്പോ നമുക്ക് ആ കഥാപാത്രം മനസ്സിലായി. അവരാഗ്രഹിക്കുന്നത് ഇന്നതാണ്. നമ്മളൊന്ന് ഷോട്ട് എടുക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ റീടേക്ക് ഒന്നും വന്നില്ല. ഇല്ല നമ്മളിപ്പോ അല്ലേ, അതിപ്പോ അവർക്കും വന്നിട്ടില്ല, ജഗദീഷ് സാറിനും വന്നിട്ടില്ല, ഇന്ദ്രൻസിനും അല്ലേ, ആർക്കും വന്നിട്ടില്ല. കാരണം അവർക്ക് അത് മനസ്സിലാകുന്നു, കഥ സംവിധായകൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, തിരിച്ചറിയുക എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം തരാൻ സംവിധായകരും ബാധ്യസ്ഥരാണ്. അത് രണ്ടു തരത്തിലുണ്ട്. ചില ആളുകളെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കും, മനസ്സിലായി? ചില ആളുകൾ ഒറ്റ വാചകത്തിൽ നമ്മൾ ബോധ്യപ്പെടുത്തും. അത് അവരുടെ മിടുക്കാണ്. ഒറ്റ വാചകം ഇപ്പോ പണ്ട് സാംബശിവനെ കഥാപ്രസംഗം പറയുമ്പോ ഇയാഗോ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തും. ഇയാഗോ ഒറ്റ വാക്കിൽ നമുക്ക് ആളെ മനസ്സിലാവും. ഇയാഗോ സമം 10 ശകുനി സമം 400 നാരദൻ. സംഭവം ആളെ പിടികിട്ടി. ഒരു അല്ലേ ഇയാഗോ 10 ശകുനി, ഒരു ശകുനി ഉണ്ടായിട്ട് മഹാഭാരതത്തിൽ കാണിച്ചു കൂട്ടിയ പാട് നമുക്കറിയാം അല്ലേ. ഒരു നാരദൻ ഉണ്ടായിട്ട് 30 കോടി ദൈവങ്ങളടക്കം വഴക്കുണ്ടാക്കുന്ന അറിയാം. അപ്പോൾ ഈ ഇയാഗോ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞു തരാൻ പറ്റും. ചില ആളുകൾ നീട്ടിപ്പെടുത്തുന്നു. അതൊക്കെ ഓരോരുത്തരുടെ രീതികളാ. യെസ്, നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? പറഞ്ഞോ. അതായത് ഞാനെല്ലാം നീ വിളിക്കുന്നോടത്ത് ഞാൻ വരാം. കാരണം നിന്നേക്കാൾ പ്രായം കുറവായതുകൊണ്ട് എനിക്ക് വരാൻ എളുപ്പമല്ലേ. ഞാന് ഓരോ വാക്ക് പറയും. ഓരോ വാക്ക് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം അത് ഒറ്റ വാക്കിൽ പറയണം. എങ്ങനെ ഒന്നുകൂടി പറ. ഞാൻ ഓരോ വാക്ക് പറയും. വാക്ക് പറയുമ്പോൾ അതില് പിന്നെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താന്ന് പറയണം. എത്ര സെക്കൻഡുകൾ പറയണം? പെട്ടെന്ന് പറയണം. അതാണല്ലോ റാപ്പിഡ് ഫയർ. ഒറ്റ വാക്കിൽ എളുപ്പമുള്ളതാ, പറയാൻ പറ്റുന്നതാ. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഓർമ്മയാവാം, അല്ലെങ്കിൽ ഇൻസിഡന്റ് ആവാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാടകം എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ. അതെന്താ? അത് കാരണം എൻ്റെ മകനൊരു നാടകക്കാരനാകണം എന്ന് ആഗ്രഹിച്ച് വളർത്തിയത് എൻ്റെ അമ്മയാണ്. എന്നെ പ്രസവിച്ച കാലം മുതൽ ഞാൻ ആണാണെന്ന് അതൊരു ആൺകുട്ടിയാണ്. അന്ന് അമ്മ ആലോചിച്ച് എൻ്റെ മകനൊരു നാടകക്കാരനാകണം. കാരണം അമ്മക്ക് പഴയ 10ാം ക്ലാസ്സുകാരിയായിരുന്നു. അമ്മയുടെ ഇളയ ആങ്ങളെ നാടകക്കാരനായിരുന്നു. നാടകക്കാരൊക്കെ ഗോവിന്ദൻകുട്ടി, PJ ആന്റണി, മുത്തയ്യ ഇവരൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അപ്പൊ ഇവരൊക്കെയാണ് സംസാരിക്കുന്ന. അപ്പുറത്ത് നിന്ന് കേൾക്കുമ്പോഴേ ഇവരൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്. ഇവർ എല്ലാം നന്മയുള്ള മനുഷ്യരാണല്ലോ. അപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ എഴുതി എൻ്റെ മകനും ഒരു നാടകക്കാരൻ ആവണം. അപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അമ്മയെ ഓർക്കും. ഇപ്പോഴും നാടകം കളിക്കാൻ കയറുമ്പോൾ ആദ്യം ഒന്ന് ആലോചിക്കുന്നത് അമ്മയാണ് എന്നെ കൈപിടിച്ച് ആദ്യമായിട്ടൊരു ക്ലബിൽ അവിടെ കൊണ്ടിട്ട് എൻ്റെ മകനെ ഈ നാടകത്തിൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നാടകം എന്ന് പറയുന്നത് അമ്മ. അടുത്ത ഫാലിമി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയാണല്ലോ. താളം തെറ്റിയ കുടുംബമാണല്ലോ. നമ്മുടെ നാട്ടിൽ നോക്കുമ്പോഴൊക്കെ പല താളം തെറ്റിയ കുടുംബവും താളം തെറ്റിയ മനുഷ്യരെയും കാണാറുണ്ട്. ഫാലിമി എന്ന് കേൾക്കുമ്പോൾ എന്നെ ആ കഥാപാത്രത്തിലേക്ക് വിളിച്ചു. ആദ്യം ഡയലോഗിനെ കഥയുടെ 1 ലൈൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ കഥാപാത്രത്തെ
മനസ്സിലായി. അത് കഥ പറഞ്ഞു തന്ന സാൻജോ എന്ന് പറയുന്ന അതിൻ്റെ കോറൈറ്ററാണ്. അപ്പം അദ്ദേഹം ഫാലിമി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഫാലിമി. അതായത് ഒരേ വീട്ടിൽ താമസിക്കുകയും പരസ്പരം സ്നേഹം ഉണ്ടായിട്ടും ആ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോവുകയും എല്ലാവരും നാല് വഴിക്ക് പോകുന്ന പല കുടുംബങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഫാലിമി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അടുത്തും വീട്ടിലും ഉണ്ടാവും, നിങ്ങളുടെ നാട്ടിലും ഒക്കെ ഉണ്ടാവും. അതാണ് ഈ താളം തെറ്റിയ കുടുംബം അല്ലേ? ഫാലിമി. അക്ഷരങ്ങൾ തിരിച്ചിട്ടാ അതാണല്ലേ ആ പേര് അങ്ങനെ വരാൻ. അത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ആ പേര് ഫാലിമി സാധ്യം ഫാലിമി ഇതെന്ത് പേരെന്ന് ചോദിക്കും അല്ലേ? പക്ഷെ അതാണ് അതിൻ്റെ അർത്ഥം. താളം തെറ്റിയ അതായത് ഒന്നും മറിച്ചിട്ടാൽ ശരിയാവും. അതെ, ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പലതും. അതായത് ആ സിനിമയുടെ ഹോൾ കോൺസെപ്റ്റ് ആ പേരിലുണ്ട്. അതെ അതെ അതെ. അടുത്തത് ഓണസദ്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റം. ഓണസദ്യയിൽ ഏറ്റവും പ്രിയപ്പെട്ട സത്യം പറയട്ടെ, എനിക്ക് മധുരത്തോട് ഭയങ്കര ഇഷ്ടമാണ്. പായസം തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്താണെന്നറിയോ, പരിവാറിന്റെ മറ്റേ സമയങ്ങള്, ലഞ്ച് ബ്രേക്കുകളിലൊക്കെ അവിടെ പിറവത്ത് മനയും കൂടെ ആയതുകൊണ്ട് അവിടെ എപ്പോഴും സദ്യയാണ് ഉണ്ടാവും. ഉച്ചയ്ക്ക് പായസം കുടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി പായസം വേണം, പായസം കിട്ടണം. അതെ. ഓക്കെ. ബേസിൽ ജോസഫ്. അത് സത്യം പറഞ്ഞാൽ ആ ചിരിയിലുണ്ട് അയാളുടെ സ്വഭാവം. ഇങ്ങനെ കുടുകൂടാ ചിരിക്കുന്ന ഒരാളാണ്. കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ബേസിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഷൂട്ടിന് ജയ്സാൽമറിലേക്ക് പോകുന്നത്, ഫ്ലൈറ്റിന്. ഇവിടെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഇങ്ങനെ കാണുമ്പോഴൊന്നും ബേസിൽ ഒരു ചെറിയ ചിരിയിരിച്ചു എന്നല്ലാതെ ഞാനുമായി വലിയ അടുപ്പം ഉണ്ടായില്ല. ഒന്ന് ചിരിച്ചു. മറിച്ച് ജഗദീഷ് സാർ അങ്ങനെയല്ല, ഇരുന്ന പോലെ ഞാനുമായി കാരണം എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ജഗദീഷ് സാർ ഈ നാടകത്തോട് സ്നേഹമുള്ള ആളായതുകൊണ്ട് ഞാനൊരു പുതുമുഖമോട് ചെല്ലുകയാണ്. ആരാണ് എന്താണെന്ന് അവർക്ക് അറിയില്ല. ജയ്സാൽമീർ എന്ന് പറഞ്ഞാൽ ഈ അങ്ങോട്ട് പോവുകയാണ് രാജസ്ഥാനിലേക്ക് അല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താണ്, അത്രയും ദൂരം ഓടിച്ചു വന്ന് ഈ പുതുതായിട്ടൊരാൾ വരുന്നു, വലിയ ആർക്കൊക്കെ വെച്ചിരുന്ന വേഷത്തിൽ അഭിനയിക്കാൻ. ഇയാൾ അഭിനയിക്കില്ലയോ എന്ന് അവർക്കറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ജഗദീഷ് സാറിന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പുള്ളി അന്വേഷിച്ചു. അപ്പം ഇങ്ങനെ 50-55 കൊല്ലമായിട്ട് നാടകത്ത് നടക്കുന്ന ആളാണെന്നും പ്രസാദ് സാറിനെയൊക്കെ അറിയാവുന്ന ആളാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ചെയ്തേക്കും. പക്ഷെ ബേസിലിന് അതൊന്നും അറിയില്ല. ബേസിൽ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ അധികം ഇനി അവിടെ ചെന്ന് പറ്റാതെ വന്ന് തിരിഞ്ഞു പോകുമ്പോൾ ഒരു ടെൻഷൻ, ഒരു ഇങ്ങനെ. എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ അവിടെ ജയ്സാൽമർ ഒരു റോഡിൽ ഇരിക്കുകയാണ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, അതിൽ അള്ള് വെക്കുന്ന സീനാണ്. ഞാനും സന്ധ്യ അള്ള് വണ്ടി വരുമ്പോൾ അള്ള് വെച്ചോ ഇല്ല, എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് നീ എടുത്തോ എന്നൊക്കെ ഞാൻ പറഞ്ഞ സ്ഥലമാണ് മനസ്സിലായി. അപ്പോൾ അത് ആ ഷോട്ടാണല്ലോ ഫസ്റ്റ് എടുക്കണ എന്നാകാ. ശരിക്കും പറഞ്ഞാൽ അതിൽ ആ ക്യാരക്ടറിന്റെ സ്വഭാവം ഉണ്ട്. അപ്പോൾ അവരും അത് തന്നെ മനഃപൂർവ്വം ഏറ്റവും സങ്കീർണമായ സാധനമാണ്. ഒരു കൗശലക്കാരനായിരിക്കണം, കുസൃതി ആയിരിക്കണം, സ്നേഹമുള്ള ആളായിരിക്കണം, ഒക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ അവരെടുക്കണം. ഫസ്റ്റ് ഷോട്ട് ഒന്ന് റിഹേഴ്സൽ ചെയ്തു, കുഴപ്പമില്ല, ഇട്ടു. ഫസ്റ്റ് ടേക്ക് എടുത്തപ്പോൾ നിതീഷ് അപ്പോൾ ചെയ്ത് ശരിയായിട്ടുണ്ട്. എനിക്കന്ന് ഈ സിനിമയായിട്ട് കാര്യമായിട്ട് പരിചയമൊന്നുമില്ല. അപ്പോഴൊന്നുകൂടി ചരിഞ്ഞിരുന്നാൽ, ഇച്ചിരി ക്യാമറ ഒക്കെ ഇത് ചെയ്തിരുന്നാൽ ഒരു രസം കിട്ടും എന്നൊക്കെ പറഞ്ഞു. ശരി, സെക്കൻഡ് ടേക്ക് എടുക്കാം. റിഹേഴ്സലുണ്ടല്ലോ, വേണ്ട. അപ്പോൾ പുള്ളി പറഞ്ഞു സെക്കൻഡ് ടേക്ക് ഓക്കെ ആയി. ഓക്കെ ആയി നിൽക്കുമ്പോഴാണ് ആദ്യം എൻ്റെ അടുത്തേക്ക് വരുന്നത് ബേസിലാണ്. അപ്പോൾ ഇവർ ഈ ക്യാമറയുടെ പുറകിലെ ബേസിൽ ജഗദീഷ് സാറ്, മഞ്ജുപിള്ള ഇവരൊക്കെ ഇങ്ങനെ ഉത്കണ്ഠാകുലരായിട്ട് ഒരു പുതിയ നടൻ പെർഫോം ചെയ്യുമ്പോൾ, അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഡെപ്തും ഒക്കെ അവർക്കറിയാം. അപ്പോൾ ഏറ്റവും സങ്കീർണമായ നിമിഷമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യണം, എന്നിട്ട് വേണമല്ലോ തീരുമാനിക്കാൻ ഇയാളെ നിർത്തണോ പാക്ക് ചെയ്യണോ എന്ന്. അപ്പോൾ എനിക്ക് നാളത്തെ കിട്ടുന്ന എനിക്കങ്ങനെ ഫിയർ, അതെ എന്താണ് അതുണ്ട്, സഭാകമ്പമില്ല, ഈസി ആയിട്ട് ചെയ്തു. സെക്കൻഡ് ടേക്കിന് ഒക്കെ ആയപ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വരുന്നത് ബേസിലാണ്. ബേസിൽ വന്നിട്ട് എന്നോട് ആദ്യം പറയുക, കറക്റ്റ് മീറ്ററാണ് പോവുക, പിടിച്ചോ നമുക്ക് പൊളിക്കാം. അത് സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഞാനപ്പോൾ കൂളായിട്ടിരിക്കണേട്ടാ, പറ്റിയില്ലേ നമ്മളെ വിട്ടേരി.
മനസ്സിലായി. അല്ലാണ്ട് ഈ പ്രായമായത് കൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര സങ്കല്പത്തിലുണ്ട്. അപ്പൊ ബേസിലിന്റെ ആ ഒരു ഫസ്റ്റ് വാചകമുണ്ട്, അത് കറക്റ്റ് മീറ്ററാണ്. അപ്പൂപ്പാന്ന് അപ്പോഴാണ് വിളിക്കുന്നത്, കറക്റ്റ് മീറ്ററാണ്. അപ്പോൾ പിടിച്ചോ, നമുക്ക് പൊളിക്കാം. അവിടെ നിന്ന് മുതൽ തുടങ്ങി. അവിടെ നിന്ന് അപ്പം നമുക്ക് കിട്ടുന്നൊരു സാധനമുണ്ട്. പിന്നെ അതുപോലെ പല സ്ഥലത്തും അഭിനയിക്കാൻ നിൽക്കുമ്പോൾ മൂപ്പിലുള്ള വല്ലാതെ സപ്പോർട്ട് ചെയ്തു, നല്ല സ്നേഹത്തോടെ. ഇപ്പോഴും ഇന്നലെ ഞങ്ങൾ അതിരടിയുടെ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ എനിക്ക് തരാൻ നിൽക്കുന്ന ടോവിനോയും ബേസിലും കൂടിയാ ഉപഹാരം. മൊമെന്റോ തരാൻ നിൽക്കും. ഞാൻ കയറി ചെന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചു, അപ്പോൾ നമ്മൾ രണ്ടും കൂടി 2 പടത്തിലാണ് കൂടി, 2 പടത്തിലും ഉപഹാരം തരാൻ പറ്റിയല്ലേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ കുറവാണ്. അപ്പൊ ചിരിച്ചോണ്ട്. അടിപൊളി അടിപൊളി. ഇനി ഞാന് ഒരു ടാസ്ക് തരാം. ഒരു ചെറിയൊരു ടാസ്ക്കാണ്, എനിക്കിത് ചെയ്യിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഇപ്പൊ പായസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ഞാനൊരു വാചകം പറയും. പായസത്തിൽ മധുരം കുറഞ്ഞു പോയി എന്നാണ് വാചകം. അത് പിന്നെ ഓരോ ശൈലിയിൽ പറയണം. പായസത്തിൽ മധുരം കുറഞ്ഞു പോയി. ആദ്യം പറയണത് പഴയ സമിതി നാടകങ്ങളിലെ വില്ലൻ ശൈലി. അല്ലേ? പായസത്തിൽ മധുരം കുറഞ്ഞു പോയി. അടിപൊളി. അടുത്തത് പിന്നെ ഫാലിമയിലെ അപ്പൂപ്പന്റെ ശൈലിയിൽ. പായസത്തിൽ മധുരം കുറഞ്ഞു പോയി. ഓക്കെ. അടുത്തത് ഒരു ആക്ഷൻ മാസ് പടത്തിലെ ഡയലോഗ് പോലെ. ആക്ഷൻ മാസ് പടം. ഓ, അതൊരു പണിയാണ് ഈ പ്രായത്തിലല്ലേ. ആക്ഷൻ മാസ് അല്ലേ, മാസായിട്ട് അല്ലേ. പായസത്തിൽ മധുരം കുറഞ്ഞു പോയി. അടിപൊളി. ഓക്കെ. അടുത്തത് ഒരു റിവ്യൂ കൂടെ. ഇപ്പൊ നമ്മളെ ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ കാണൂലേ, ഒരു ദുരന്ത രീതിയിൽ, ഒരു ദുരന്തം പോലെ ഈ വാചകം തന്നെ. അതെ, ഈ വാചകം തന്നെ ഒരു ദുരന്ത നാടക ശൈലിയിൽ. പായസത്തിൽ മധുരം കുറഞ്ഞു പോയി. കറക്റ്റ്. അടിപൊളി. ഇതെന്താണെന്നറിയോ, ഇപ്പൊ ഈ കാണിച്ച ഒരു ആക്ടറുണ്ട്, ദുരന്ത നാടക ശൈലിയിൽ ഇപ്പൊ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. പരിവാറില് അച്ഛൻ മരിച്ചു കിടക്കയല്ലേ, അപ്പൊ സമയമായി അച്ഛനെ എടുത്തോ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ആ സിനിമയിൽ. എനിക്ക് ഓർമ്മയുണ്ട്, തൊട്ടടുത്തിരിക്കുക. ഒരു ഷോട്ടില് ഞാൻ തൊട്ടടുത്തിരിക്കുക ചെറിയച്ഛന്റെ. അപ്പൊ അച്ഛനെ എടുത്തോ മക്കളെ, അതൊന്നുകൂടെ പറയാ ചെറിയച്ഛൻ. അത് മറന്നു അല്ലേ. അച്ഛനെ എടുത്ത സമയം, അച്ഛനെ എടുത്തോ മക്കളെ. ഇനി തർക്കമൊന്നും വേണ്ട, അച്ഛൻ എടുക്കും മക്കളെ. അടിപൊളി അല്ലേ. അതെന്ത് നല്ല ഓർമ്മകളാണല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നത് സിനിമയിലെ ആരെയാണെന്നറിയാം, ആ മനയിലെ നമ്പൂതിരി ഉണ്ടല്ലോ. അയ്യോ, ഇങ്ങനെ വന്നിരിക്കും. മൂപ്പർക്ക് നമ്മളോട് വിശേഷം ചോദിക്കാൻ നേരില്ല അല്ലേ. ശരിയാ. അതേ പ്രായത്തിന്റെ ഒരു തമാശ, സമയം വേണമല്ലോ. ആൾക്കൂട്ടമൊക്കെ ഇങ്ങനെ വന്നേക്കുമ്പോൾ സ്ത്രീകളോട് സംസാരിക്കുക, കുട്ടികളോട് സംസാരിക്കുക. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ അത് ആ സിനിമ എന്ന് പറയുന്നത് മീനരാജ് സാറിന്റെ കൂടെ, ജഗദീഷ് ചേട്ടന്റെ കൂടെ, ഇന്ദ്രൻ സാറിന്റെ കൂടെ, പ്രശാന്ത് ചേട്ടൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ ഒരു ആസ്പയറിങ് ആക്ടർ എന്ന രീതിയിൽ എനിക്കത് ഭയങ്കര ലേണിംഗ് ആയിരുന്നു. നിങ്ങളിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സത്യം പറഞ്ഞ ഒരു ഡയലോഗ് ഡെലിവറി, മോഡുലേഷൻ, ഇംപ്രവൈസേഷൻ, അതൊക്കെ എനിക്ക് ആ സിനിമയിൽ നിന്ന് എന്താ പറയുക, അതിൻ്റെയൊക്കെ ബാലപാഠങ്ങൾ എനിക്ക് ലേൺ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ കൂടിയായിരുന്നത് പരിവാർ എന്ന് പറയുന്നത്. അല്ല, അത് സത്യം പറഞ്ഞാലേ എനിക്കും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആരും ഇപ്പോൾ വലിയ നടനാണ് ഇന്ദ്രൻസ്, പക്ഷേ യാതൊരു തലക്കണവും ഇല്ലാണ്ട് അല്ലോ ബാ സംസാരിക്കുന്നു. പിന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ വച്ചു, പുള്ളി എപ്പോഴും ഭയങ്കര ഗൗരവത്തിലാണെങ്കിലും നല്ല രസമാണ് വർത്താനം പറയാനൊക്കെ. പിന്നെ ഈ ജഗദീഷ് സാർ എന്ന് പറഞ്ഞാൽ നമ്മളോട് കൂടി ഇരിക്കുകയും നമ്മളെ ഇൻസ്പയർ ചെയ്യും. എന്നാ സിനിമയിലേക്ക് തന്നെ സജസ്റ്റ് ചെയ്തത് മൂപ്പരാണ്, ജഗദീഷ് സാറാണ്. പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ച ഈ പറഞ്ഞ ആരും വലിയ നടന്മാരല്ല അല്ലേ, നമ്മളൊക്കെ തന്നെയാണല്ലോ അഭിനയിക്കുന്നത്. ഇവരാണ് ഉള്ളത്.
പക്ഷെ അതിലൊരാളുണ്ടായിരുന്നു, നടനല്ല കേട്ടാ, ഒരു വില്ലൻ. നമ്മുടെ കൊച്ചിറക്ക് അല്ല, കേരളത്തെ ഒരുപാട് കാലം പിന്നെ തിരുവനന്തപുരത്തെ ഒരുപാട് കാലം വിരൽ ചൂണ്ടി നിർത്തിയിരുന്ന ഗുണ്ടുകാട് സാബു. ഗുണ്ടുകാട് സാബു അല്ലേ? പക്ഷേ ഇല്ലേ, സാബു അമ്മായിയപ്പ അത് തന്നെ എൻ്റെ. പക്ഷേ എത്ര സോഫ്റ്റായ അല്ലേ, വളരെ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുള്ള, ചിലപ്പോ എനിക്ക് തോന്നുന്നു അതൊരു തെറ്റിദ്ധാരണയായിരുന്നു അല്ലേ? ഇല്ല, പുള്ളി ഒരുപാട് അപകടങ്ങളിലും ആക്ഷനുകളിലും ഒക്കെ പങ്കെടുത്തു. അത് ജീവിത സാഹചര്യത്തിൽ ആ ഒഴുക്കിൽ അങ്ങനെ വന്നു പെട്ടു. അടിസ്ഥാനപരമായി പുള്ളി ഒരു ശാന്തനും മറ്റേ അല്ലേ, ഇത്രയും കൊണ്ട്. അതായത് കാപ്പ എന്ന് പറഞ്ഞ സിനിമയുടെ കഥാപാത്രം കൊട്ടമധു ചെയ്ത കഥാപാത്രം. അത് എന്റെ ഒറിജിനൽ രൂപമാണ് മൂപ്പര് എന്ന ഇന്ദുഗോപന്റെ കഥയാണ്. പക്ഷെ ഇങ്ങനെ ഒരാൾ ഇത്രയും ശാന്തനും ഇല്ലേ, നമ്മളോട് ഒരിക്കലും പറഞ്ഞില്ല ഞാനാണ് ഗുണ്ടുകാട് സാബു എന്നും. പക്ഷെ അവരൊക്കെ ആയിട്ടുള്ള ഇടപെടലുകൾ, പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ച സാധാരണ സ്ത്രീകള് ഒക്കെ പാവങ്ങളല്ലേ എല്ലാവരും, നല്ല. അപ്പൊ എല്ലാവരും കുടുംബമായിട്ടൊക്കെ പോയി, കുട്ടികൾ, സംവിധായകനും എല്ലാവരും ഒക്കെ നല്ല ഇതായിരുന്നു. അപ്പോ സാറാ ചെറിയച്ച, അതെനിക്ക് രണ്ടും മാറി, ചെറിയച്ചെന്നല്ല വിളിച്ചു. അപ്പൊ അതാണ്. അപ്പൊ സാറിന് പിന്നെ ഈ ഓണക്കാലത്ത് നമ്മളോട് ജനങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സന്ദേശം എന്താ? ജീവിതം ദുരന്തപൂർണമായ ഒരിടങ്ങളിലൂടെയൊക്കെ പോകുന്ന, ലോകത്തെമ്പാടും പോകുന്നൊരു കാലമാണ് അല്ലേ. പുറത്ത് യുദ്ധങ്ങൾ നടക്കുന്നു, നമ്മുടെ രാജ്യത്ത് തന്നെയാണെങ്കിലും വിവിധങ്ങളായ കാര്യങ്ങൾ നടക്കുന്നു. യുവതലമുറ മക്കൾ വഴിതെറ്റി പോകുന്നു. അതായത് എല്ലാ വീടുകളും കടക്കണിയിൽ ജനം പെട്ടിരിക്കുന്നു, പെട്ട കാലമാണ് ഇതൊക്കെ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോ വീടും അഗ്നിപർവ്വതങ്ങളാണ്. എല്ലാവരും അഗ്നിപർവ്വതങ്ങളുടെ പുറത്തുകൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സാവകാശത്തോടെയും ചിന്തിച്ചും ഒരുവന് ദോഷം വരാത്ത പ്രവൃത്തി വേണം താൻ ചെയ്യാനുള്ളത് എന്ന് സ്വയം തീരുമാനിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എൻ്റെ ഓണാശംസ. തീർച്ചയായും. അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിലും കുറച്ച് നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിലും, നാടകത്തിൻ്റെയും അഭിനയത്തിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും ഒരു പാഠം കൂടെയാണ്. ഇപ്പോൾ സാറിൻ്റെ കുറേ അനുഭവങ്ങളും സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ലിസണേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു കുറേ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങൾ ഈ പഴയ തലമുറ, രണ്ട് തരത്തിലുള്ള തലമുറകളുണ്ട് കേട്ടോ. ഞാനൊക്കെ മാതൃകയാക്കിയവരും അല്ലേ, ഞാനൊക്കെ പിന്തുടരുന്നതും ഈ നാടകത്തിലൂടെ നടന്നുകൊണ്ട്. നാടകം നന്മയുടെ കലാരൂപമാണ്. അപ്പോൾ ഒരാള് കലാകാരൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ അഭിനയിക്കുന്നതുകൊണ്ട് അയാൾ കലാകാരനല്ല, അഭിനേതാവാണ്. ഒരാൾ പാട്ടുപാടുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ഗായകനാണ്, കലാകാരനല്ല. ഒരാൾ ചിത്രം വരക്കുന്നു, അയാൾ ചിത്രകാരനാണ്, കലാകാരനല്ല. അപ്പം ചോദിക്കൂല എന്താണ് കലാകാരൻ? കലാകാരൻ നന്മയുള്ളവനായിരിക്കണം. അതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. രാവണൻ നല്ല പാട്ടുകാരനായിരുന്നു, 3 ലോകവും കീഴടക്കിയ പാട്ടുകാരനാണ് രാവണൻ ജീവിച്ചിരിക്കുന്നത്. രാവണൻ്റെ പാട്ട് കേട്ടിട്ട് കൈലാസത്തിലിരുന്ന സാക്ഷാൽ പരമശിവനെ ഇറങ്ങി വരേണ്ടി വന്നു പാട്ട്. എന്നിട്ട് പറയേണ്ടത്, നിൻ്റെ പാട്ട് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു, എന്നെ കീഴടക്കിയിരിക്കുന്നു, നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത് എന്ന് പരമശിവന് ചോദിക്കേണ്ടി വന്നു. അത്രയും വലിയ പാട്ടുകാരനാണ്. എന്നിട്ടും രാമായണം എഴുതിയ വാൽമീകി രാമായണത്തിലൊരു സ്ഥലത്തും രാവണനെ കലാകാരൻ എന്ന് രേഖപ്പെടുത്തിയില്ല. കാരണം കലാകാരൻ നല്ല മനുഷ്യൻ കൂടിയായിരിക്കണം. ഈ കഥ എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ അമ്മയാണ്. എന്നെ നാടകത്തിലേക്ക്, ഞാൻ നേരത്തെ വെച്ചില്ലേ നാടകം, അപ്പോൾ നാടകരംഗത്ത് നിൽക്കുമ്പോൾ, കലാരംഗത്ത് നിൽക്കുമ്പോൾ വെറും അഭിനേതാവായാൽ പോലെ, നാടകക്കാരനായാൽ പോലെ, കലാകാരനാകണം. കലാകാരനായി എന്നല്ല, അതുകൊണ്ട് പരമാവധി ഇപ്പോൾ നീ തന്നെ നമ്മൾ ഒരുമിച്ച് 1 മാസം താമസിച്ചു അല്ലേ,
ഞാൻ എന്നെക്കുറിച്ച് ഒരു കറുപ്പ് പോലും നിന്റെ മനസ്സിലുണ്ടാവില്ല. ഇല്ല. നിന്റെ മനസ്സിലല്ല, ഞാൻ ഇടപെടുന്ന ഒരു സ്ഥലത്തും ഇല്ല. അത് ഞാൻ അങ്ങനെ ആയിത്തീരാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് ആകാനല്ല, നമ്മളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഓർക്കുമ്പോൾ ഇല്ല, നാളെ ഇപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ 40-45 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ചത്തുപോയേക്കാം. പോലെ 40-45 കൊല്ലം കൂടി ചോദിച്ചാൽ പോലെ അല്ലേ? അപ്പോഴും പറയണം ഇനി 45 കൊല്ലം കൂടി കഴിയുമ്പോൾ ചത്തുപോയേക്കാം. അപ്പോഴും ഇനി ഓർക്കുമ്പോൾ ചെറിയച്ഛൻ കുഴപ്പമില്ല എന്നിട്ടാ, ഒരു സ്നേഹമുള്ള ആളായിരുന്നു എന്നോർക്കണം. അത് നമ്മുടെ പഴയകാലമുള്ള ശീലമാണ്. അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി എനിക്ക് എൻ്റെ കൂടെ ഇത്രയും ചിലവഴിച്ചതിലും സംസാരിച്ചതിലും. എന്തായാലും ഈ ഒരു ഓണക്കാലം നല്ലൊരു ഓണാശംസകൾ ഞാൻ നേരുന്നു. നല്ലൊരു ഓണക്കാലമായിട്ട് പോട്ടെ. പിന്നെ എനിക്ക് പേഴ്സണലി ഇനിയും കുറേ സിനിമകൾ ചിലച്ചിന് ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എപ്പോഴും. അതാണ് ആഗ്രഹം. പിന്നെ നമുക്ക് ഒരുമിച്ചും ചെയ്യാൻ പറ്റട്ടെ. അത് ഞാൻ ഭയങ്കര ഞാൻ പറയാൻ പോയി, നമുക്ക് ഒരുമിച്ച് ഇവന്റെ പ്രായക്കാരൻ തന്നെയാണ് നിന്റെ പ്രായം ഉണ്ടോന്നല്ല സന്ധ്യ. അപ്പൊ ഇവനോട് ഞാൻ പറയും, നീ അവനൊക്കെ ഏകദേശം രൂപമൊക്കെ ഇങ്ങനെ അന്ന് ഞാൻ കാണുമ്പോഴങ്ങനെ. ഇപ്പൊ ഞാനിപ്പോഴേ ഞങ്ങളുടെ തമ്മിൽ ഒരുമിച്ചൊരു മുറിയെ കിടക്കുമ്പോൾ അവൻ പറയും, അപ്പൂവ ഞാൻ ഒരു നടനാവോ അപ്പൂവ, സ്റ്റാറാവോ അപ്പൂവ. അതെ, ഞാൻ പറയും ആവുമോനെ, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിന്നോടും പറയാനുള്ളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത്, പിന്നെ ഞാൻ മിനിയാന്ന് നാടകം കളിച്ചു. ഞാൻ എന്നെ സ്വയം നവീകരിക്കാൻ പുതിയത് കാണാനും കേൾക്കാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നീയും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശ്രമിച്ചാൽ നമുക്ക് വിധിയുണ്ടെങ്കിൽ, അർഹതപ്പെട്ടാണെങ്കിൽ വരും. അതാണ് എൻ്റെ അനുഭവം. 70ാമത്തെ വയസ്സിൽ ഞാൻ നാടകത്തിൽ കിടന്ന് ഞാൻ 70 വയസ്സിൽ എനിക്ക് മുമ്പുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ നടന്മാരും സിനിമാക്കാരും ഒക്കെ ആയി പോയപ്പോഴും ഞാനിങ്ങനെ വെറുതെ നാടകം കളിച്ചവരൊക്കെ. പക്ഷെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അവസരം ഒന്നും എനിക്ക് കിട്ടി. ഇല്ലേ, നിനക്ക് കിട്ടട്ടെ. ഓക്കെ, ഓണാശംസ. താങ്ക് യു.